അവനെ കൊണ്ട് പോടാ. നീ പോടാ തോമസ്, നീ വണ്ടി കയറ, അവനെ കൊണ്ട് പോ. इस चाइना टाउन का एक ही राजा है, मैं ഗൗഡ. ഈ ചൈന ടൗണിൽ, ഈ ഗോവയിൽ മുഴുവൻ ഒരാൾക്ക് മതി ഗാംബ്ലിംഗ് സെന്റർ. ഇനി ഒരു മലയാളിയും ഇവിടെ വരാൻ ധൈര്യപ്പെടരുത്, ഒരുത്തനും. ഇത് പുതിയ ഗോവ. ഇന്ത്യയിൽ ചൂതാട്ടം നിയമവിരുദ്ധമല്ലാത്ത ഒരേ ഒരു പട്ടണം. ഇപ്പോൾ ചൂതാട്ട കേന്ദ്രങ്ങളുടെ പേരിലും മട്ടിലും മാറ്റം വന്നു. ക്ലബ്ബുകളുടെ സ്ഥാനത്ത് കസിനോ വന്നു. മുച്ചൂട്ടിന് പകരം ബ്ലാക്ക് ജാക്കും പോക്കറും ഒക്കെയായി. സ്വദേശികളും വിദേശികളും ലക്ഷങ്ങളുമായി ദിവസവും എത്താൻ തുടങ്ങിയതോടെ ചൈന ടൗണും മാറി. ആരാ? മലയാളിയാണല്ലേ? അതെ. എന്താ? ഞങ്ങള് സിവിയുടെ ആൾക്കാരാ. അതാരാ? സിവി അറിയില്ലേ? ഇല്ല. ഗോവയിലെ നമ്പർ 1 അണ്ടർവേൾഡ് ഡോൺ. അല്ല, അതിവിടെ ഞാനൊരു കാസിനോ. ജീവൻ വേണോ? വേണം. എങ്കി വാടാ. ഇതെന്താടാ ചൂണ്ടനൂലോ? നിന്നെ ഞാൻ... അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനിവിടെ ഒരു സ്ഥലം അന്വേഷിച്ച് വന്നതാ. ജാക്ക്പോട്ട് കാസിനോ. ഒന്നും ചെയ്യരുത് പ്ലീസ്. ഗാംബ്ലിങ്ങിന് കസിനോയിൽ വരുന്നവരെ എന്നും എനിക്കിഷ്ടമാണ്. പണവുമായി വരുന്നവനെ പണമില്ലാത്തവനാക്കി മാറ്റി ഞാൻ പറയുന്നു. പിന്നെയും നിന്ന് മോങ്ങിയാൽ പിണമാക്കി മാറ്റും ഞാൻ. എന്റെ പെട്ടി. നിന്റെ പെട്ടി ബോസ്, ഈ പേഴ്സിനകത്തൊരു ബൂട്ടാൻ ലോട്ടറി മാത്രമേ ഉള്ളൂ. അപ്പൊ കാശ് കിട്ടില്ല എന്ന് ഉറപ്പായി. വാച്ച് എവിടെ? ബോസ്, ഈ വാച്ച് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അയ്യോ, ഇതുവരെ തോടെ മാത്രമേ ഉള്ളടാ. അയ്യോ, എന്താ ബോസ്? എന്റെ പേഴ്സ് കാണാനില്ല. എന്റെ പേഴ്സ് തന്റെ അടിച്ചോണ്ട് പോയി പിടിക്കണ. എനിക്കിപ്പോ മനസ്സിലായി, അവൻ മാത്രമല്ലടാ മലയാളി. അവന്റെ അച്ഛനും അമ്മയും കുടുംബക്കാരും എല്ലാരും മലയാളിയാടാ. അല്ലെങ്കിൽ നാറി പണി കാണിക്കില്ല. ഒരു മുട്ട വാട്ടി കുടിക്കാനുള്ള പൈസ പോലും ഇല്ലാതായി. Excuse me, are you in guest list? I want to meet Advocate Daniel. Oh, sorry, sir, please. Thank you. Yes. ഞാൻ സക്കറിയ, ചെന്നൈന്ന് വരിക. ഒരു വക്കീൽ നോട്ടീസ് കിട്ടിയായിരുന്നു. ഞാനാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. സാറാണ് വക്കീല്. ഒരുപാട് തിരക്കുകളുണ്ടായിട്ട് ഞാൻ ഓടിപ്പിടിച്ച് പോകുന്നത് ഇതൊരു വക്കീൽ നോട്ടീസ് ആയതുകൊണ്ട് മാത്ര. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല. ഇവരെ അറിയോ?
ഇതെന്റെ പപ്പയാ. ഇത് സേവിയർ അങ്കിൾ, ജയകൃഷ്ണ അങ്കിൾ, ഇത് ഗോമസ് അങ്കിൾ. ഗുഡ്. ഈ ഗോമസ് അങ്കിൾ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ് 25 വർഷങ്ങൾക്ക് ശേഷം. അദ്ദേഹത്തിന്റെതാണ് ഈ കസിനോ. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതെ, അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ സക്കറിയെ തേടിപ്പിടിച്ചതും വക്കീൽ നോട്ടീസ് അയച്ച് വിളിപ്പിച്ചതും. വരൂ സർ. ഇതാണ് സക്കറിയ. അങ്കിൾ, മോനെ സക്കറിയ, നീ വളർന്നങ്ങ് വലുതായല്ലോടാ. മോളെ, എന്താ പപ്പ? ഇത് സക്കറിയ, മോള എമിലി. ഹലോ. ഹായ്. സക്കറിയ ഇരിക്കൂ. വേണ്ട, നിങ്ങൾ ഞാൻ നിന്നോളാം. ചെന്നൈയിൽ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരുപാട് വർഷമായിട്ട് ചെന്നൈയിലാ. ഓ, ചെന്നൈയിൽ എന്ത് ചെയ്യുന്നു? ചെന്നൈ മെയിൻ സിറ്റി തന്നെയാ. അതല്ല, ചെന്നൈയിൽ എന്ത് ചെയ്യുന്നു? അങ്കിൾ, ഇനി നീ ഒന്നും ചെയ്യണ്ട. ഇത് ഞാൻ തുടങ്ങിയത് നിങ്ങൾക്ക് വേണ്ടിയാ, എന്റെ സുഹൃത്തുക്കളുടെ മക്കൾക്ക് വേണ്ടി. വേണ്ട. ആ, 1 വർഷത്തെ തിരച്ചിലിനൊടുവിലാണ് നിങ്ങൾ 3 പേരുടെയും ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയത്. 3 പേരോ? ഉവ്വ. അതെ, 3 പേർ. സേവ്യറിന്റെ മകൻ മാത്തുക്കുട്ടി, ജയകൃഷ്ണന്റെ മകൻ ബിനോയ്. ഈ 3 പേർക്ക് ഞാൻ രജിസ്റ്റേർഡ് കത്തയച്ചു. അതിലൊരാൾ സ്ഥലത്തില്ലെന്ന് പറഞ്ഞു. ഒരാൾ രജിസ്റ്റേർഡ് കത്ത് സ്വീകരിക്കില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അപ്പൊ ഞാൻ മാത്രമാണ് വന്നതല്ലേ? അതെ, മരിക്കുന്നതിന് മുൻപ് എനിക്കിത് നിങ്ങളെ ഏൽപ്പിക്കണം. അതുകൊണ്ട് സക്കറിയ അവരെ 2 പേരെയും വിളിച്ചോണ്ട് വരണം. അത് പിന്നെ അങ്കിൾ, ഒരാള് കത്ത് സ്വീകരിക്കാതിരിക്കുകയും മറ്റേയാൾ എവിടെയാണെന്ന് പോലും അറിയാൻ വയ്യാത്ത സ്ഥിതിക്ക് ഞാൻ ഒറ്റയാളല്ലോ. ഒരു മിനിറ്റ്. ഇത് ഒറ്റയ്ക്ക് കിട്ടുന്നു കരുതണ്ട. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതെനിക്ക് മനസ്സിലായി. അത് വേണ്ട, അവര് കൂടി വന്നാലേ ഇത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അന്വേഷണം പല വഴിക്ക് നടക്കുന്നു മാത്രം. ഞാനിപ്പോ എങ്ങോട്ടാ പോണ്ടത്? ഇത് തന്നെ സ്ഥലം, ധാന്യ കേന്ദ്രം. റോസക്കുട്ടി ഇവിടെ വന്നു. എന്താ ഇതൊക്കെ? പറന്ന് നടന്നൊരു മാടപ്രാവിനെ പിടിച്ചല്ലേ നീ കൂട്ടിലടച്ചിരിക്കുന്ന? അല്ല മാത്തുക്കുട്ടി, ഇത് എന്നാ തെറ്റ് ചെയ്തിട്ടാ ഈ ധാന്യ കേന്ദ്രത്തെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുന്ന? പൂട്ടിയിടും, അതെന്റെ ഇഷ്ടം. ഞാനൊന്ന് നോക്കട്ടെ ഇച്ചാനെ നേർവഴിക്കാക്കാൻ പറ്റുമോ. നേർവഴിക്കാക്കാൻ മാത്തുക്കുട്ടിയെ? അവൻ പോണ പോക്കിനെങ്ങാനും ഒരു വളഞ്ഞ വഴി ഉണ്ടെങ്കിൽ അത് നേരെയാക്കിയിട്ട് സാധാരണ പോകാറ്. അവനെ ഇനി ആര് നേരെയാക്കാൻ? മാത്തുക്കുട്ടി, നീ ഇതുവരെ സഞ്ചരിച്ചിരുന്നത് ദുർഘടം നിറഞ്ഞ പാതയിലൂടെ ആയിരുന്നില്ലേ? എന്തടാ? ഏത് ദുർഘടം പിടിച്ച പാതയും മാത്തുക്കുട്ടിക്ക് ഷോർട്ട് കട്ടാണ്. മനസ്സിലായടാ? താഴെ തടയിട്ടാൽ മാത്തുക്കുട്ടി മേലെ കൂടെ വരും, മൂക്കിലിട്ട മാത്തുക്കുട്ടി വായിക്കൂടെ വരും. അതാണ് മാത്തുക്കുട്ടിയുടെ പോളിസി. അതാണ് മാത്തുക്കുട്ടിയുടെ പോളിസി. ഇതെന്നതാ കാതില്? ഇത് മലയാറ്റൂർ പള്ളിയിൽ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഒരു കടുക്കൻ. കടുക്കനോ? അതെ, കടുക്കൻ. നിനക്ക് ധാരാളം ശത്രുക്കളുണ്ടെന്ന് എനിക്കറിയാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ നീ അത് സംസാരിച്ച് തീർക്കണം. ആദ്യം സംസാരിക്കാറാണ് പതിവ്. എങ്ങനെയാ നീ സംസാരിക്കാറ്? സൗമ്യമായി സംസാരിക്കൂ മാത്തുക്കുട്ടി. പന്ന നായും കിടാങ്ങളെ. മാത്തുക്കുട്ടി, നിനക്ക് നല്ല വാക്കുകൾ ഉപയോഗിച്ച് സൗമ്യമായി സംസാരിക്കാൻ അറിയില്ലേ? അറിയാം. പിതാക്കന്മാരില്ലാതെ ജനിച്ച വൃത്തികെട്ട പുത്രന്മാരെ. കണ്ടാൽ എത്ര യോഗ്യൻ. നീ ആ കണ്ണുകളൊന്ന് അടച്ചേ. എന്തിനാച്ചോ? കണ്ണുകൾ അടച്ച് നിന്റെ ശത്രുക്കളെ എല്ലാം ഒന്ന് മനസ്സിൽ കണ്ടേ. ഇനി പറയാം, ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ പറയണോ? പിന്നെ ഞാൻ പറയണോ? അല്ല,
ഞാൻ പറയാം. എന്നാ പറയും. ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെയല്ല, നല്ല വ്യക്തമായി ഉറക്കെ പറയണം. ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. എന്റെ മോ സാക്ഷാൽ കർത്താവ് ഈശോ മിശിഹായ്ക്ക് പോലും ഉണ്ടായിക്കാണില്ല ഇത്രയും പരീക്ഷണങ്ങളും പീഡനങ്ങളും. എന്തായാലും ഇച്ചാന്റെ മുഖത്ത് ഒരു വെളിച്ചം വന്നിട്ടുണ്ട്. പണ്ട് ആളുകളെ ഞാൻ അടിച്ചിടുമ്പോ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്ന പെണ്ണാ നീ. നിനക്ക് ഇത് എന്നാ പറ്റി കൊച്ചെ, എന്നെ കൊണ്ട് കുടിച്ചടിപ്പിക്കാൻ? ഓരോരോ സ്വപ്നങ്ങൾ കാണുമ്പോ ഞെട്ടി ഉണരുക. കണ്ണടച്ചാ കാണുന്നത് തലയും കൈയും ഒക്കെ വേർപെട്ട് കിടക്കുന്ന ഇച്ചാന്റെ മുഖം. വേണ്ട, ഇനി ഒന്നിനും. ശരി, നിർത്തി. നീ നിർത്താൻ പറഞ്ഞ നിർത്താനേ ഉള്ളൂ ഈ മാത്തുക്കുട്ടി. അതാ എന്റെ പോളിസി. ഫാദർ റോസമ്മേ, ഞാൻ വിചാരിച്ചതുപോലെയല്ല. ഇവൻ വളരെ പെട്ടെന്ന് മാനസാന്തരപ്പെട്ടു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛോ? എങ്ങോട്ടിറങ്ങാൻ? ഇനി നീ യേശുവിന്റെ മകനാണ്. യേശുവിന്റെ മോൻ. റോസമ്മേ, ഒരു 2 മാസം ഇവൻ ഇവിടെ നിൽക്കട്ടെ. ആയിക്കോട്ടെ ഫാദർ. 2 മാസം. പ്രൈസ് ദി ലോർഡ്. പറയൂ ബ്രദർ. മാത്തുക്കുട്ടിയെ കാണണമെന്ന് പറഞ്ഞ ഒരുത്ത കാറുമാട്ടിന്റെ പുറകെ നടക്കുക. ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. വല്ല കൊട്ടേഷൻ പാർട്ടിയും ആയിരിക്കും. ആണെങ്കിൽ എന്താ, 4 ചക്രവും വാങ്ങി ഇവിടെ വന്ന് ലാവിഷായിട്ട് ധാന്യം കൂടിക്കൂടെ? അവരെങ്ങാനും ഇതിനകത്ത് കയറിയ തന്റെ കണ്ണുകുത്തി പൊട്ടിക്കും. മാത്തുക്കുട്ടി പറഞ്ഞത് കേട്ടില്ലേ? പോടാ ബ്രദർ. വിട്ടോ പുറത്തോട്ട് വിട്ടോ. മാത്തുക്കുട്ടിയെ കാണാൻ ചെന്ന കണ്ണു പോവും. പിന്നെ റോസമ്മ പറഞ്ഞതാണ് കേട്ടോ. യേശുവിന്റെ നാമം വാഴ്ത്തുവിൻ. Praise the Lord. 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 നീ വന്നേ. എടാ, നിനക്ക് എന്നെ മനസ്സിലായോ? അത് തന്നെ. നീ ഒന്ന് റീവൈൻഡ് ചെയ്തേ. പോരട്ടെ. Praise the Lord. എടാ, ഞാൻ പഴയ ഡേവിഡ് അങ്കിളിന്റെ മകൻ. ഞാൻ പറയാറില്ലേ ഡേവിഡ് അങ്കിള്, നമ്മുടെ ഡേവിഡ് അങ്കിളിന്റെ മോൻ സക്കറിയ. എനിക്ക് നിന്നെ മനസ്സിലായി, വലുതായി പോയി. പക്ഷെ എനിക്ക് നിന്നെ മനസ്സിലായി. എങ്ങനെ? സേവിയർ അങ്കിളുടെ അതേ ചായ. എനിക്ക് വാ, നമുക്കൊരു ചായ കുടിക്കാം. നിനക്ക് വേണോ? വേണ്ട. അപ്പൊ ഗോമസ് അങ്കിൾ തിരിച്ചു വന്നു അല്ലേ? വെറും കയ്യോടെയല്ല, കോടിക്കണക്കിന് സ്വത്തുക്കൾ, ഒരു കസിനോ, ഇതെല്ലാം നമ്മുടെ 3 പേരുടെയും പേർക്കാ. നമ്മൾ ഒന്നങ്ങോട്ട് ചെല്ലുക, അങ്കിൾ ഞങ്ങൾ എത്തി പറയുക, കയ്യോടെ എഴുതി മേടിക്കുക, അടുത്ത വണ്ടിക്ക് തിരിച്ചു പോരുക. അത്രേ ഉള്ളൂ. അല്ല, പോകാം. നോണയൊന്നും പറയണ്ട. ഒരു ഗോമസ് അങ്കിളുടെ കഥയും പറഞ്ഞ് ഇത് കൊട്ടേഷൻ പരിപാടിക്കല്ലേ? ആ കുട്ടിയുടെ പേരെന്താ? റോസമ്മ. എന്റെ റോസമ്മേ, എനിക്ക് വയ്യ. കോടിക്കണക്കിന് കേട്ടു. ഒരു കേസിൽ അതും കേട്ടു. 2 മാസം കഴിയാതെ ഇച്ചാനെ ഇവിടുന്ന് പുറത്തു വിടാൻ പറ്റില്ല. 2 മാസം? അതൊന്നും പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ. എന്തായാലും നിന്നെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകൂ. അത്രയ്ക്ക് സീരിയസാ? അത്രയ്ക്ക് സീരിയസാ. ആ റോസാപ്പനൊന്ന് സമ്മതിപ്പിക്കേ. വാ. വരൂ 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 വരൂ. എന്നെ കൊന്ന് തുറക്കണമെങ്കിൽ മുട്ടിട്ട് മേക്കമിന്ന് പറഞ്ഞു 100 രൂപ. ഇത് മാത്തുക്കുട്ടി. ഇതാരെന്ന് ഒന്നും കൂടി മാറിക്കേ. മാത്തുക്കുട്ടിക്ക് ആളെ മനസ്സിലായില്ലേ? ജയകൃഷ്ണൻ അങ്കിളിന്റെ മകൻ ബിനോയ്.
ആണുങ്ങളെ എന്നെ ഉമ്മ വെക്കരുത്. മേത്തോട്ടുള്ള കളിയൊന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക്. ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട, ആള് ഭയങ്കര ചൂടാണ്. എല്ലാരും ഇടുന്നില്ലട്ടോ. എന്റെ അമ്മേ, ഇനി എല്ലാരും വണ്ടി കയറിക്കേ, ബാക്കിയൊക്കെ നമുക്ക് പോണ വഴി സംസാരിക്കാം. റോസമ്മ പുറകെ കയറും. എന്നാ ഞാൻ പുറകെ കയറും. അല്ല നീ എന്നാ റോസമ്മ ഫ്രണ്ടിൽ കയറിക്കോ. എന്നാ ഞാൻ ഫ്രണ്ടിൽ കയറും. എന്തൊരു കഷ്ട ഇവനെ കൊണ്ട്. റോസമ്മ ഇങ്ങോട്ട് കയറി. എന്റെ ഈശോയെ, ഈ രണ്ടെണ്ണത്തിനും കൊണ്ട് ഞാൻ എങ്ങനെ ഗോവ വരെ എത്തും? വരില്ലേ? വെള്ളക്കാരാ, ഫ്രണ്ടിലിരിക്കണോ? ആദ്യം എത്താം. വാലടച്ച കുഴപ്പമില്ല. മൊബൈൽ ക്യാമറയിൽ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ബ്രദർ, എനിക്ക് ഫോണും തരുമോ? ഒരു ഫോൺ ചെയ്യാൻ. ആ ഫോണും തരുമോ? ഫോണേ. ഞാനെന്താ പബ്ലിക് കസ്റ്റഡി പോത്തോ ചോദിക്കുമ്പോ ഫോൺ തരാൻ? അയ്യോ സോറി, എനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. സക്കറിയ, എനിക്കൊന്നും ഇഷ്ടമെന്ന് പറഞ്ഞേക്ക്. എന്തുണ്ടല്ലോ ഉടനെ വേണം. ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കൂല. എന്ത് കഷ്ട. ഹലോ, ആ കൈയെടുത്താകത്തേക്കിട്. കൈയെടുത്താകത്തിറ. ആണാ എന്തരാ ഇനി എന്തൊക്കെയാണ്? പറയട സക്രിയ, പറ. വാനര ജന്മം. എന്തരാ? ഒന്നുമില്ല, കാണാൻ. രണ്ടുകാലം പുറത്തിട്ടല്ലോ ഞാൻ. എന്ത് കാൽമ തട്ടില്ലോ? എന്റെ ഈശോയെ, എവിടെ നോക്കാടാ വണ്ടി ഓടിക്കുന്നത്? ആരോ വീണെന്ന് തോന്നുന്നു. ഞാനല്ല വണ്ടി ഓടിച്ച ഇയാളാ. ഓഹോ, ഇവനാ കാല് പുറത്തിട്ട്. കയ്യും തലയും പുറത്തിടാൻ പാടില്ലെന്നല്ലേ? കാല് പുറത്തിട്ട കുഴപ്പം. ഞാൻ കളരിയാണെങ്കിൽ ചോടുക സ്ഥലത്ത് സക്രിയ. ഇപ്പൊ മീൻ വാങ്ങിച്ചോണ്ടിരുന്നത് പിന്നെ എന്റെ ഒരു മുള്ളു പോലും കിട്ടില്ല. എടാ മീൻ വാങ്ങണം പത്തി. വേഗം വന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി. എനിക്കത് ഇഷ്ടമാവില്ലെന്ന്. ഹലോ പ്രൈസ് ദി ലോർഡ്. ആണുങ്ങളാണെങ്കിൽ എന്നെ നിലത്തിരിച്ചിട്ട് ഓടിപ്പോടാ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അയ്യോ മാത്തുക്കുട്ടി വിട്ടോടോ. പറഞ്ഞപ്പോഴേക്കും നിലത്തിട്ടോ. ഇതെന്താ എല്ലാരും ഓടുന്നു? എന്നെ മനസ്സിലായപ്പോ അവന്മാരുടെ ഓട്ടം കണ്ട. ശരീരം കളയണ്ട, വണ്ടിക്കകത്ത് കയറി. ഇങ്ങനെ വണ്ടി കയറപ്പോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ ശത്രുവായ നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ ശത്രുവായ എന്നോടും നിങ്ങൾ ക്ഷമിക്കണം. അതിനെന്താണ് മാത്തുക്കുട്ടി, ക്ഷമിക്കാലോ. പക്ഷേ അതിനു മുമ്പ് നീ ഒന്ന് ചോര തുപ്പി വീഴണം ഇവിടെ. എന്നിട്ടേ ഉള്ളൂ നിന്റെ മാനസാന്തരപ്പെടലും നാടുപെടലും ഒക്കെ. സഹോദര, അക്രമത്തിന്റെയും തിന്മയുടെയും പാത കൈവെടിഞ്ഞ് നന്മയുടെയും സ്നേഹത്തിന്റെയും പാത നമുക്ക് സ്വീകരിക്കാം. Praise the Lord. സ്വീകരിക്കാലോ. നീ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നില്ല ഒരുത്തിയെ, റോസമ്മ. അവളോട് ഞങ്ങൾ എല്ലാവരും സ്നേഹത്തിന്റെ പാത സ്വീകരിക്കാം. അല്ലയോടാ? എനിക്ക് വേറൊരു പാതയുണ്ട്, കാണിച്ചു തരാമോ? വാളാണോ എടുക്കുന്നത്? അതെ, ഒന്ന് ചെല്ല്. എനിക്കിപ്പോ ഒരു മൂടുമില്ല. എനിക്ക് വാള് വെക്കാനുള്ള ഒരു മൂടാ. സ്നേഹത്തിന്റെ പാതയിൽ പോകാൻ ഈ സൈക്കിൾ മതിയോടാ. ഞാൻ ഡീസന്റാണ് കേട്ടോ. ഞാൻ ഈ നാട്ടുകാരനെ അല്ല.
എനിക്ക് വേണ്ട. മാത്തുക്കുട്ടി, നിനക്കൊരു അനുജനുണ്ടായിരുന്നില്ലേ? ആ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഭാഗ്യം. അതെന്താ ഇപ്പൊ ഇല്ലാത്തെ? ഇല്ലാന്ന് വെച്ചാ ഇല്ല. ആ ഈ റോസമ്മയുടെ അപ്പനാ എന്നെ അവനെ വളർത്തിയത്. ഓ, അവൻ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. ആഹാ. ഇവളുടെ അപ്പൻ എല്ലാം വിറ്റ് അവനെ പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കി. ആ. ഇവളെ കൊണ്ട് അവനെ കല്യാണം കഴിപ്പിക്കാന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അതെല്ലാം ചെയ്തത്. അവൻ പഠിപ്പും കഴിഞ്ഞ് വേറൊരു പെണ്ണെ കല്യാണം കഴിച്ച സ്ഥലം വിട്ടു. ഇപ്പൊ ഇവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അവനേക്കാളും വലിയൊരു ഡോക്ടറെ കൊണ്ട് ഞാൻ ഇവളെ കല്യാണം കഴിപ്പിക്കും. വരും, വലിയ മല പോലൊരു ഡോക്ടർ വരും. അതൊക്കെ വരുവടി. ഈ സക്കറിയ പറയുന്ന പോലെ സംഭവിച്ച ഗോമസങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്ന അതിനൊക്കെ അവകാശം നീയാ. എന്തേ പോവാം. Goa police force has successfully raided and uncovered the 9th coup of illegal drugs in the city. We'll keep our eyes open and fingers crossed on this. So who is behind this? This is a gang operation. We have to find them. Okay. Who is the informer? Sorry, we cannot reveal it now. So can you tell us Yes. how much does it worth? Worth around 25 crores. Noted. Is But there- we will catch them in 7 days. Is there any political No influence? comment. Police is still behind the suspect who runs the drug mafia. This is Emily with cameraman Naveen for BTV. Halloween Day live telecast from Chinatown. On coming 31st on your BTV. I'll be doing that. Yes. The media is here now. I'll call you later. Yeah, okay. Sir, any idea about the drug mafia? Sir, did police take any action against the drug mafia? ACP Sikal Kumar has said that the drug mafia would vanish within a week. Can we expect your support and help in this? Yes, of course, very much. Look, I want to assure all of you that we will sweep off the drug mafia not only from this state, but from the entire country. Please believe me. Sir, Yes. sir, any idea about the drug mafia? We are taking all possible action. And no. Talk to you all later. Okay. I will talk to you all later. Okay. Please. Hello. You are from Kerala, right? Yes, sir. ആരാണ് ഇൻഫോമർ? അറിയില്ല സർ. ഇൻഫർമേഷൻ എല്ലാം സത്യമായതുകൊണ്ട് ഞങ്ങൾ അധികം ട്രേസ് ചെയ്തില്ല. ട്രേസ് ചെയ്ത ഇൻഫർമേഷൻ നിർത്തിയാലോ? ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. एक 2 करोड़ नहीं, पूरे 100 करोड़ का ड्रग पकड़ा है तेरी पुलिस ने, तुम्हारी पुलिस ने, और वो भी तेरी नाक के नीचे। कूल डाउन गौड़ा, कूल डाउन। देखो, ये मेरी गलती नहीं है। अगर पुलिस को तुम्हारी कोई इंफॉर्मेशन मिलती है तो तुम्हारा ही कोई आदमी इंफॉर्मेशन देता होगा। तुम तुम्हारी गलती सुधारो और फिर मेरे घर में आके भाषण दो। वो सब मैं ठीक कर लूंगा, लेकिन एक रेड और हुआ तो सब कुछ खत्म हो जाएगा, सब कुछ। तो तुम क्या चाहते हो कि मैं सारे पुलिस वाले को बताओ कि तेरे घर में आके रेड मत करो, तुम्हारे ड्रग्स मत पकड़ो? हाँ, मैं ये सब खत्म करने के लिए तैयार हूं। मैं होम मिनिस्टर के पोस्ट से रेजिग्नेशन भी दे सकता हूं। इज दैट व्हाट यू वांट? मैंने तुम्हें होम मिनिस्टर बनाया तुम्हारी मर्जी से जाने के लिए नहीं, मेरी मर्जी से काम करने के लिए।
अब तुम्हारे पास सिर्फ एक ही रास्ता बचा है, मेरे हाथ से ऊपर जाने का। ഹായ് അങ്കിൾ. ഹായ് ചാന്ദിനി ബേട്ടി, ഞാൻ അറിയുന്നുണ്ട് നിന്റെ പൊതുപ്രവർത്തനങ്ങളൊക്കെ. ഓർഫനേജ്, ഡിവൈൻ ഹോം, കൊള്ളാം. രാഷ്ട്രീയക്കാർക്ക് തുടങ്ങാൻ നല്ല സ്ഥലം ഇതൊക്കെ തന്നെയാ. ഇതില് രാഷ്ട്രീയമൊന്നുമില്ല, എന്റെ ഒരു ഹോബി, അത്രേ ഉള്ളൂ. മോള് അകത്തേക്ക് പൊയ്ക്കോളൂ. ഓക്കെ ഡാഡി. इलेक्शन में थोड़ा टाइम रह गया है, अच्छा है हम सब मिलके रहे, सबके साथ है, हम सबके लिए अच्छा है, सबके लिए। സത്യം തുറന്നു പറയരുത്. അറിയില്ല സാർ, എനിക്കറിയില്ല. കൂട്ടത്തിൽ നീ മാത്രമാണ് മലയാളി. അറിയില്ല സാർ. എല്ലാ വിവരങ്ങളും ലഭിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ഒരു മലയാളി പോലീസ് ഓഫീസർക്കാ. ഇല്ല, അറിയില്ല സാർ. പറയണ സത്യം, അറിയില്ല. പറയണ സത്യം. ലുക്ക് അറ്റ് മീ. ആരടാ ഇൻഫോമർ? എനിക്കറിയില്ല. ആ ഇൻഫോർമറെ എനിക്കറിയില്ല സാർ. ഇതിന്റെ പിന്നിൽ ആരായിരുന്നാലും 7 ദിവസത്തിനകം പിടിച്ചിരിക്കുമെന്നല്ലേ പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് അവനെ ഞാൻ പിടിച്ചിരിക്കും, ആ ഇൻഫോമർ ആരായിരുന്നാലും. Hi Rose, after a long journey. അയ്യോ, ഇതാണ് ചൈന ടൗൺ. കസിനോ എവിടെ? അതൊക്കെ ഉണ്ട്, കാണിക്കാം. ഈ ജഗ്ഗുബായി ഗോവയിലുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? അതാരാ? ജഗ്ഗുബായി അറിയില്ല? ഇല്ല. ഇയാൾ പോയെ? പെടങ്ങാതെ കണ്ടുപിടിക്കാം. ഇങ്ങോട്ട് വന്നേ. പെണേ പോവല്ലേ? വാ മാത്തുക്കുട്ടി. നമ്മുടെ പേരിൽ എഴുതി തരാന്ന് പറഞ്ഞ കസിനോ കാണിക്കാം. വാ വരൂ വരൂ വരല്ലേ? വരൂ 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 വരൂ, വന്നോളൂ വന്നോളൂ. ഇതാണ് കസിനോ. ഹായ്. ഇത് കണ്ട, ഇത് മുഴുവൻ നമ്മള് 3 പേർക്കുള്ളതാ. ഈ പെണ്ണുങ്ങളൊക്കെ സാധനം കയ്യിൽ കിട്ടുന്നവരൊക്കെങ്കിലും ഡീസന്റ് ആവടാ. ഇവിടെ ചാകരേട്ടാ. അങ്കിൾ ദാ കൊണ്ടുവന്നു. വാ മക്കളെ, വാ. കേറി വാ. ജയകൃഷ്ണൻ അങ്കിളുടെ മോൻ ബിനോയ്, സേവിയർ അങ്കിളുടെ മോൻ മാത്തുക്കുട്ടി. ഐഡന്റിറ്റി പ്രൂഫ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ലൈസൻസ്, റേഷൻ കാർഡ്. അതൊന്നും വേണ്ടടോ, എന്റെ സേവിയറാ എന്റെ ഈ മുന്നിൽ നിൽക്കുന്നത്. മോനെ അങ്കിൾ, ആഫ്റ്റർ എ ലോങ് ടൈം. ബിനോയ് അങ്കിൾ, ജയകൃഷ്ണൻ അങ്കിളുടെ മോൻ. എനിക്ക് എന്റെ അച്ഛന്റെ അതേ ചായ എന്ന നാട്ടുകാരൊക്കെ പറയുന്നത്. അതെയോ? ബിനോയ്, ഇതെന്റെ മോളാ. ഹായ്. ഹായ്. എമിലി. ഹായ്. മാത്തുക്കുട്ടി, നാട്ടിൽ നിന്നെ കുറിച്ച് എന്താ അഭിപ്രായം? അങ്ങനെയൊന്നുമില്ല. എന്ന് വെച്ചാ? എന്ന് വെച്ചാലോ, നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ അടിമ, അതാണ് അഭിപ്രായം. എന്നിട്ട് എങ്ങനെയാടാ നിന്റെ പേരിൽ 32 പെറ്റി കേസുകൾ വന്നേ? അതൊക്കെ ഈ സക്കറിയ കൃത്യമായി ഇമെയിൽ അയച്ചറിയിച്ചിരുന്നു. You did it. Congrats. Thank you. No mention. അവനെ നോക്കണ്ട, നീ ഉണ്ടായിരുന്ന ധ്യാന കേന്ദ്രത്തിലെ അച്ഛനെ വിളിച്ചു ചോദിച്ചു. സോ ബ്രില്യന്റ്. അച്ഛൻ പറഞ്ഞു നീ ഒരു ബുൾഡോസർ ആണെന്ന്. കൺട്രോൾ ഇല്ലെങ്കിലേ നീ ഇങ്ങനെ എല്ലാം ഇടിച്ചു നിർത്തിക്കൊണ്ടേ ഇരിക്കുമെന്ന്. അതിന്റെ ഡ്രൈവറാണ് റോസമ്മയെന്ന്. ഓ,
ഇനി നമ്മളങ്ങനെയാണാവോ? നമ്മളെ അയ്യേ, ഇടിക്കാനും തല്ലാനൊന്നും ഞാൻ പോവാറില്ല. എനിക്കത് ഇഷ്ടല്ല. അയ്യോ, അത് അങ്ങനെയല്ലേ. തല്ലുപിടി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുമ്പോ തിരിച്ചു തല്ലാൻ എവിടെയാ ടൈം? ഇത് എത്രാമത്തെ പ്രേമത്തിന്റെ ഫെയിലിയർ ആയിരുന്നു ആത്മഹത്യാശ്രമം? സൂയിസൈഡ് അറ്റംപ്റ്റ്. ഓ അങ്കിൾ, 6ാമത്തെ അങ്കിൾ. 6 7. 7? ആ, 7ാമത്തെ ഞാനാ പപ്പ. ദേ ഒരു കത്ത് എനിക്ക് തന്നതാ. ആ കത്തൊരു കുത്തായല്ലോ. എന്റെ പ്രിയപ്പെട്ട മിലി. മിലിയോ? അതെന്തോന്ന് സാധനമാണ്? എന്തെന്നറിയില്ല. ആ അതെ, എമിലി മെലിഞ്ഞിട്ട് മിലി ആയതാ. ഓഹോ, അല്ലേ? നിന്നെ കുറിച്ച് സക്കറിയയിൽ നിന്ന് കേട്ടറിഞ്ഞ നിമിഷം മുതൽ എന്റെ കണ്ണുകൾ തുടിക്കുകയാണ് നിന്നെ കാണാൻ. എന്റെ നാവ് പിടയ്ക്കുകയാണ് നിന്നോടൊന്ന് ഉരിയാടാൻ. മറ്റാരും അറിയാതെ കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ എനിക്കായി മാറ്റിവെക്കുമെങ്കിൽ ഞാൻ എന്റെ ഹൃദയം തുറക്കാം. ഇതെന്തോന്നാ, ബൈപ്പാസ് സർജറിയോ? അത് ഈ ബൈപ്പാസ് സർജറിയെ കുറിച്ച് ഞാനൊരു കവിത എഴുതിയതാ. ടൈറ്റിൽ മാറിപ്പോയിന്നേ, പെണ്ണിന്റെ പേരായി പോയി. നീ നല്ല മിടുക്കനാണല്ലോ റോസമ്മേ. ഇത്രക്കാർക്ക് ധ്യാനം നല്ലൊരു മരുന്നല്ലേ? പിന്നെ വളരെ നല്ലതാ. 6 മാസമെങ്കിലും കിടക്കേണ്ടി വരും. ഓഹോ, അങ്കിൾ മറിയേ, അങ്കിൾ ആ കാര്യം എനിക്ക് വിട്ടേക്കൂ. ഇവിടെ ഇഷ്ടം പോലെ ധ്യാന കേന്ദ്രങ്ങളുണ്ടല്ലോ. ഈ 2 നമുക്ക് എവിടെയെങ്കിലും കൊണ്ടാക്കാം. പിന്നെ അങ്കിൾ, ഹായ്. ഇപ്പൊ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഞാനുണ്ടല്ലോ അങ്കിൾ. ഓക്കെ ഓക്കെ, നീ വന്നേ. ഓക്കെ പ്ലീസ്. മറിയേ പറ. മിണ്ടില്ല ഞാൻ. പിണക്ക മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ, ഇത് ഞാൻ വേറെ ആർക്കെല്ലാം കൊടുത്തോളാം. നീ നിന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞു തന്നൊക്കെ കൊള്ളാം. ഓ താങ്ക് യു അങ്കിൾ. അതൊരു നല്ല സുഹൃത്തിന് ചേരുന്ന കാര്യമല്ല. ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? ക്ലിയർലി. സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അവരോട് നേരിട്ട് പറയണം, അല്ലാതെ അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്. ഇങ്ങനെയുള്ളവരെ ഞങ്ങളുടെ കാലത്ത് പാര എന്നാണ് പറയുന്നത്. ഓഹോ, ഇപ്പൊ അതിനെന്താ പറയുക? ഐ തിങ്ക് അങ്കിൾ ഇപ്പോഴും അതിന് പാരാന്ന് തന്നെയാ പറയാ. റിയലി? ഇത് കണ്ടോ, ഒറ്റ ചങ്കും കരളുമായി കഴിഞ്ഞവരാ മക്കളെ ഞങ്ങൾ. ഈശ്വര കൃപ കൊണ്ട് ഞങ്ങളുടെ മക്കളെയും കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഈ എനിക്കുണ്ടായി. ഇനിയും നിങ്ങൾ ഇതുപോലെ കഴിയണം, ഒറ്റ ചങ്കും കരളുമായി കഴിയണം. വാ മക്കളെ, നമുക്ക് ഇതുപോലൊരു ഫോട്ടോ എടുക്കാം. ഒരു ലേശം വഴി. Come on, get ready. ഒന്ന് ചിരിക്കടാ. Good, very good. Okay, Mole, go. Shoot from there. Smile, please. Come on, smile. All of you smile. What's that? Oh, that's a dance floor. എന്നിങ്ങനെയായിരിക്കോ? എന്നുവെച്ചാ എന്ന് ഇതുപോലെ ലേഡീസ് ഉണ്ടാവോ? ആ, Really? ഇന്നും ഉണ്ടാവും. Wow! I like dance! Wow! എന്റെ പൊന്നു മാത്തുക്കുട്ടി, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ വിചാരിച്ച ഇതുപോലെ അങ്ങ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. നീ ഇങ്ങോട്ട് വന്നേ. മാത്തുക്കുട്ടി, നമുക്കിതങ്ങോട്ട് വിൽക്കാം. എന്നിട്ട് 3 പേർക്കും ഇക്വലായിട്ട് ഭാഗിക്കാം. വിൽക്കാനാ? അടിച്ച് ഷേപ്പ് മാറ്റി ഞാൻ. അങ്കിൾ പറഞ്ഞത് നമ്മൾ 3 പേരും കൂടെ നടത്തണമെന്നാ. പിന്നെ ഡോൺ ജഗ്ഗു ഭായ് ഗോവയിൽ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പരിചയപ്പെടുന്നുണ്ട്. വേണമെങ്കിൽ കൂടെ ഇന്നൊരു ഫോട്ടോ എടുക്കാം. പ്ലീസ്. എടാ, അത് ബിനോയ് അല്ലേ? അതെ, കൂടെ ഒരു പെണ്ണല്ലേ? അതെ അതെ. Darling, we'll go upstairs. പേടിയുണ്ടോ?
പേടി ഫോർ മീ പൊടി ലിവിംഗ് ലോൺലി Yeah, honey. ഗുഡ്. ഇതിനകത്തേക്ക് കയറി പോയത്. വാ നോക്കാം. आप कैसे हैं? ഇതെന്താ വീൽ ചെയർ ബസ് സ്റ്റാൻഡോ? കൊള്ളാം കൊള്ളാം, സിംഹമടയിലും വഴിപോക്കനോ. എന്താ? ഓ, ഈ കുട്ടിയുടെ കൂടെ ഒരു പയ്യൻ ഇവിടെ വന്നിരുന്നു. അയാളെ അന്വേഷിച്ചു വന്നതാ. പിന്നെയും പിന്നെയും മലയാളി. ഇതെന്താ മലയാള മാസോ? അതെ, നാണവും മാനവും ഇല്ലാത്തവന് കൂളിംഗ് ഗ്ലാസ് എന്തിന്, പേഴ്സ് എന്തിന്? അതൊക്കെ അവിടെ വെച്ചാൽ ഇതൊക്കെ വല്ല പാവങ്ങളുടെ പിടിച്ചു പറിച്ചായിരിക്കും. അതുകൊണ്ടാ പറഞ്ഞത് അവിടെ വെക്കാൻ. ഒരെണ്ണം അതും അവിടെ വെക്കാം. എന്നിട്ട് ഇത് വെച്ചോ, ഇത് അവന്റെ. ഓക്കെ. അണ്ണാ എന്ത് പറയണേ? തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ടാ. ഇവിടെ എങ്ങും ഇല്ല കേട്ടോ. അതാ ഒരു തുണിയില്ലാതെ ഇവൻ എവിടെ പോയി? ബാത്തു എന്തായാലും ചാന്ദിനി അസലായിട്ട് മലയാളം പറയുന്നുട്ടോ. അമ്മ മലയാളി. അത് മദർട്ടൊക്കെ മലയാളോട്. എന്താ? ഗോ ബാക്ക്, ഗോ ബാക്ക്. സ്ട്രേഞ്ചേഴ്സ്, സ്ട്രേഞ്ചേഴ്സ്, അലർജി. ഓക്കെ ഓക്കെ. ഈ കുട്ടിക്ക് എന്തു പറ്റി? അയ്യോ, ഭയങ്കര ട്രാജഡിയാ. ട്രാജഡി. പ്ലീസ് ഞങ്ങളും കൂടെ അറിയട്ടെ എന്താ ട്രാജഡി എന്ന്. പുള്ളിക്കൊരു ലവ് ഫെയിലിയർ ഉണ്ടായി. പാവം, ഷോക്ക് വന്നിട്ട് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി. ഇഷ്ടല്ലേ? എവിടെ? അരയ്ക്ക് താഴേക്കാ. ഇനി ഒരുപാട് സ്നേഹം കിട്ടിയാലേ ഇത് ശരിയാകുന്ന അയാള് പറഞ്ഞിരിക്കുന്നേ. ലവ് തെറാപ്പി. ഏതാ ലവ് തെറാപ്പി? എന്തോന്ന്? ലവിന്റെ തെറാപ്പി. അതാണ്. സത്യത്തില് ഞാനൊരു ഡോക്ടറാണ്. റിയലി? ഇത്തരം കാര്യങ്ങളാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അരയ്ക്ക് താഴെയുള്ള ഏരിയയില്. പുള്ളിക്കാരനെ നമുക്ക് അകത്ത് കൊണ്ടുപോയിട്ട് പ്രൈവറ്റ് ആയിട്ട് നോക്കാൻ പറ്റുമോ? വേണം 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 എന്തെന്ന് പറഞ്ഞല്ലേ? സാധാരണ ഈ അരയ്ക്ക് കീപ്പോട്ട് തളർന്ന കാലിൽ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. അതെ, എനിക്കിപ്പോ ഒരു ഫീലും ഇല്ല. ഒന്നും തോന്നണില്ല, ഒരു ഫീലും ഇല്ല. ഇതിന് ആയുർവേദത്തിലൊരു ചികിത്സയുണ്ട്. ആണ്? അയ്യോ, ആയുർവേദം എനിക്ക് അലർജിയാ. അല്ലല്ല, ഇത് അകത്ത് കൊടുക്കാവുള്ളതല്ല, പുറത്ത് കൊടുക്കാവുള്ള. എങ്കിൽ കൊടുക്കൂ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അരയ്ക്ക് മേളിലോട്ട് തളർന്നവര് വരെ എനിട്ടോടിയ ചരിത്രമുണ്ട്. എങ്കിലും ചെയ്യൂ പ്ലീസ്. ചാന്ദിനി, നമുക്ക് ഇവരെ ബുദ്ധിമുട്ടിക്കാതെ പുറത്ത്. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, തുടങ്ങിക്കോളൂ, തുടങ്ങിക്കോ. അടിച്ചു, അറിഞ്ഞില്ല. Do you feel anything? No! How sad. പാവങ്ങൾ. ഇപ്പൊ ചെറുതായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല, ഒരു ഫീല് വരുന്നില്ല. പിന്നെ ഇയാൾ എന്തിനാ കരയുന്നത്? അതെ, നിങ്ങൾ എത്ര തല്ലിയിട്ടും ഒരു ഫീല് വരുന്നില്ലെന്ന് ഓർത്തിട്ടുള്ള ഫീലിംഗ്. തങ്കച്ചി, ഞങ്ങൾ ഈ പേഷ്യന്റിനെ വിദഗ്ധ ചികിത്സക്കായിട്ട് കൊണ്ടുപോവാ. അതെ, വേറെ 2-3 ചികിത്സയുണ്ട്. അടിയുന്ന തീയിട്ടിട്ട് ഒരു പ്രത്യേക ചികിത്സ. നോ 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 നോ, ആ ടാബ്ലറ്റ് അമ്മച്ചിക്ക് കൊടുക്കരുത്. അത് അലർജി ഉണ്ടാക്കുന്നതാ, ഞാൻ പറഞ്ഞിട്ടില്ലേ. ഡോക്ടർ എടുത്തോ, അതൊന്നും ശരിയാവില്ല. അമ്മച്ചിയെ പുറത്തിറക്കാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പ്രഷർ തൽക്കാലം കൂടിയിട്ടുള്ള സ്ഥിതിക്ക് സലോമാക്സിനെ കൊടുത്തോളൂ. സ്പെല്ലിങ്ങോ SALOMAX, സലോമാക്സ് 50 mg. വേണ്ട, റെസ്പിറേറ്ററി ലെവലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഐ തിങ്ക് വിത്ത് ദ സെയിം മെഡിസിൻ വി ക്യാൻ റെക്ടിഫൈ. കൊളസ്ട്രോൾ ലെവൽ പ്രോബ്ലം ഇല്ല, BP ആണ്, ഞാൻ പറഞ്ഞില്ലേ താഴെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ സീനിയർ ഡോക്ടറുമായിട്ട് സംസാരിക്കാം. ഐ വിൽ കോൾ യു ബാക്ക്. താങ്ക് യു. എന്തേ? അല്ല, നീ ശരിക്കും ഡോക്ടറാണ്? അവനേക്കാളും വലിയൊരു ഡോക്ടറെ കൊണ്ട് ഞാൻ ഇവിടെ കല്യാണം കഴിപ്പിക്കും.
ഗോമസംഘം എനിക്ക് എന്തെങ്കിലും തന്ന അതിനെല്ലാം അവകാശം ഇവളായി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല. ഓ, ഐ എം ഡോക്ടർ സക്കറിയ. ഹലോ. ഹലോ, MBBS FRCS. അല്ല, നീ ശരിക്കും കല്യാണം കഴിച്ചിട്ടില്ലേ? എന്താ മാത്തുക്കുട്ടി ഇത്? ആശുപത്രി, തിരക്ക്, ഓപ്പറേഷൻ, ആംബുലൻസ്, എവിടെ കല്യാണം കഴിക്കാൻ സമയം? അല്ല, എന്താ ചോദിച്ചത്? ഒന്നുമില്ല. എന്തുണ്ട്? സമയാവട്ടെ. സമയായി. പിന്നെ ഇപ്പൊ പറയാം. പിന്നെ പറയാതെ. റോസു, വേഷം കെട്ടുമായിട്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ. വേഷം കെട്ടൊക്കെ ഞാൻ എപ്പോഴേ നിർത്തി. ഇപ്പൊ എന്താ വേണ്ടേ? ഒരു ആലോചന വന്നിട്ടുണ്ട്. തനിക്ക് എപ്പോഴാണ് ആലോചന വരാത്തത്? അയ്യോ, എനിക്കല്ല, റോസമ്മയ്ക്ക. പയ്യൻ ഒരു ഡോക്ടറാണ്. പയ്യന് പയ്യൊരു കൂടിക്കാഴ്ചക്ക് റോസമ്മയെ കൂട്ടിച്ചെല്ലാൻ എന്നെ പറഞ്ഞയച്ചതാ. വേഗം റെഡിയാക്കോ. ബിനോയ്, ഈ പ്രപ്പോസലിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കാവോ? റോസ്, അങ്ങനെ പ്രത്യേകിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പക്ഷേ അത് തുറന്നു പറഞ്ഞ ആ നിമിഷം എനിക്ക് അയാളെ നഷ്ടപ്പെടും. ലുക്ക് റോസ്, സ്നേഹം പറയാതിരിക്കരുത്. അഥവാ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ പ്രകടിപ്പിക്കാൻ എത്രയോ മാർഗങ്ങളുണ്ട്. ലവ് ഈസ് ഡിവൈൻ, നോട്ട് എന്തിനാടാ അവന് ജയ് വിളിക്കുന്നത്? എടാ, അവൻ എന്നെക്കാൾ വെറും 4ാം കട റോഡിയായിരുന്നു. എന്ന് വെച്ചാൽ തറ. പിന്നെ കള്ളക്കടത്തും ലോകം മുഴുവൻ മയക്കുമരുന്ന് കയറ്റി അയക്കലും. നിനക്കറിയോ, ഹോം മിനിസ്റ്ററുടെ ബലത്തിലായി ഇത്രയും നാൾ അവൻ കളിച്ചത്. ഇനി അതൊന്നും വേണ്ടി വരില്ല. ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ലടാ. എന്റെ പാട്ടി നോക്കോ. ജീവൻ വേണമെങ്കിൽ തിരിയടാ പട്ടിയടാ. ഹലോ ഡോക്ടേഴ്സ്. അതെ, ചമ്മൊന്നും വേണ്ട, ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതെ, ആ ഗൗഡ ഉണ്ടല്ലോ, ഈ ചാന്ദിനിയുടെ ഫാദറിന്റെ ക്ലോസ് ഫ്രണ്ടാ. ആണോ? അങ്ങേരുടെ അടുത്ത് ഞങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണേ. ഞാനൊന്നും വരുന്നില്ല. അയ്യേ, എന്നാ ഞാനും വരുന്നില്ല. നീ വേണേ പോയി പരിചയപ്പെടും. നീ വേണേ പോയി പരിചയപ്പെടും. ജയ് ജയ് ഗൗഡോജി. Stop. എന്താ? നീ അങ്ങനെ നോക്കൂ. വാ, നമുക്ക് പരിചയപ്പെടാം. ഹായ് അങ്കിൾ. अरे चांदनी बेटी, क्या क्या कर रहे हो? मैं कैसीनो में आई थी. ओह, you started gambling? അയ്യോ, ചാന്ദിനി ആ ടൈപ്പല്ല. ഇവിടെ കസിനോയിൽ എന്നെ കാണാൻ വന്ന. ഓഹോ, എന്റെ ഫ്രണ്ടാ ബിനോയ്. നമസ്കാരം. കസിനോയിലാണോ ജോലി? നോ 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 നോ, ഐ എം ദ ഓണർ ഓഫ് ദ കസിനോ. ഓഹോ, ദേ ആ നിൽക്കുന്ന പയ്യൻ എന്റെ ഒരു പാർട്ട്ണറാ. ഏത് കസിനോയാ? ജാക്ക്പോട്ട്. ജാക്ക്പോട്ട്? വൺ മിസ്റ്റർ വിൽസൺ അല്ലേ അതിന്റെ ഓണർ? അതെ, അദ്ദേഹം ഞങ്ങക്ക് തന്നു. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന്റെ മക്കളാ ഞങ്ങള്. ഓഹോ, ബിനോയുടെ ഫാദറിന്റെ പേരെന്താ? ജയകൃഷ്ണൻ. അപ്പോ അത് മാത്തുക്കുട്ടി. മാത്തുക്കുട്ടി, ഇവനിതെന്തോ. മാത്തുക്കുട്ടി സേവ്യറിന്റെ മകനാണോ? പഴയ 4 സ്റ്റാർ ക്ലബിലെ സേവ്യറിന്റെ? അതെ, എന്റെ അപ്പനെ സാർ അറിയോ? അറിയൂ. കുട്ടിക്കാൻ വേണ്ട സമയം. അവന്മാരെ ശരിക്കൊന്ന് നോക്കി വെച്ചോ. എന്തിനാ ബോസ്? ഇനി കാണുമ്പോ മാറി നടക്കാലോ. എക്സ്ക്യൂസ് മീ സാർ, അത് സക്രിയ അങ്കിളിന്റെ വേറൊരു ഫ്രണ്ടിന്റെ മോനാ. വെയിറ്റ് ലെറ്റ് മീ ഗസ്. ഡേവിഡിന്റെ മകനല്ലേ? അതെ. ഈ വിൽസൺ എന്ന് പറയുന്ന ആള്
പഴയ 4 സ്റ്റാർ ക്ലബിലെ ഗോമസ് ആണോ? അതെ, ഈ അങ്കിളിന്റെ മുഴുവൻ പേര് വിൽസൺ ഗോമസ്. ഓ, ആ അങ്കിളിനെ സാർ അറിയോ? പിന്നെ ഞങ്ങളൊക്കെ പഴയ സുഹൃത്തുക്കളല്ലേ. ഇപ്പോ കണ്ടിട്ട് കുറെ കാലമായി. സാരമില്ല, പരിചയം പുതുക്കാം. ഇനി എന്ത് തരാന്ന് പറഞ്ഞാലും നാട്ടിലേക്ക് ഞാനില്ല. ഇവിടെ എന്ത് സന്തോഷ. ആരായി ബിനോയ്? മാത്തുക്കുട്ടി? അപ്പൊ ആരായി സക്രിയ? ഞാനാണോ? യു ആർ അണ്ടർ അറസ്റ്റ്. അങ്ങനെ വേണം. നിങ്ങളും നമ്മൾ അകത്തായ കാര്യം അങ്കിൾ അറിഞ്ഞു കാണില്ലേ? അറിഞ്ഞ അങ്കിൾ ഉടനെ നമ്മളെ പുറത്തിറക്കും. അങ്കിളിന്റെ ഗോൾഡ് ഇവിടെ ആർക്കും അറിയില്ലല്ലോ. ഈശോയെ, അങ്കിളകത്തായ അങ്കിളുടെ ആരാ കമ്പിമ ഹോൾഡ് ചെയ്തിരിക്കണേ? എന്റെ കൈയും കാലും തളർന്ന് ഇനി ആര് രക്ഷിക്കും നമ്മളെ? വടിയോണ്. എന്തൊരു തരിപ്പ്. നീ പേടിക്കണ്ട. രാജമ്മേ, രാജമ്മ ആ പറഞ്ഞത് ശരിയായില്ല. ചതിയാ, എന്റെ റോസമ്മയെ കെട്ടാൻ വേണ്ടി നീ പറഞ്ഞ കള്ളാണല്ലേ ഡോക്ടറാണെന്ന്? എന്റെ അവസ്ഥ അതാടാ. നിനക്ക് ഓർമ്മയുണ്ടോ, കുട്ടിക്കാലത്ത് നമ്മൾ തമ്മിൽ തല്ലുകൂടുമ്പോ നിനക്ക് വല്ലതും പറ്റിയോടാ മാത്തുക്കുട്ടിന്നും ചോദിച്ച് ഓടി വരുന്ന എന്റെ അമ്മച്ചിയെ? അവരിപ്പോ ഒളിവിലാടാ. ചെന്നൈ പോലീസ് അവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുക. ഞാനൊരു കാർ ഷോറൂം തുടങ്ങി. അമ്മച്ചിയുടെ പേരിലായിരുന്നു അത്. പിന്നീട് എന്റെ ഗതികേട് കൊണ്ട് ഞാൻ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾക്കൊക്കെ ഇരയായത് എന്റെ അമ്മച്ചിയാടാ. അമ്മച്ചിയുടെ മരണം ജയിലിലാവരുത് എന്നുള്ളൂ എനിക്ക് പ്രാർത്ഥന. എനിക്ക് പണം വേണം. ഞാൻ പറ്റിക്കും വെട്ടിക്കും, അതിനു വേണ്ടി ആരെ വേണമെങ്കിലും. പണ്ട് നീ അടിക്കുമ്പോ ഞാൻ തിരിച്ചടിക്കാറില്ലല്ലോ. തെറ്റെപ്പോഴും എന്റെ ഭാഗത്തായിരിക്കില്ലേ? അതല്ലടാ, നമ്മളിൽ ഒരാൾ പുറത്തിറങ്ങിയേ പറ്റൂ. ഇവിടെ നിന്നൊരു ഫോൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അടിച്ചെന്റെ തലപൊട്ടിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടോളാം. അതെങ്ങനെ? അതൊക്കെ ഞാൻ രക്ഷപ്പെടാം. അടിക്കേ. എന്നെ തന്നെ അടിച്ചു കുട്ടിക്കടാ പട്ടി. അക്രമം ഞാൻ പോർക്കില്ല മാത്തൂട്ടി ചായ. എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ. എന്റെ ദേവിയെ തൊട്ടിയെടുത്ത് തലയിൽ അടിച്ചിരിക്കുന്നു. വല്ലതും പറ്റിയാൽ ഞാൻ ഇതിനകത്ത് എങ്ങനെ മൂത്രമൊഴിക്കും? നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. വരൂ അടിച്ച. ചൽ. So you are Mr. Gomez, Wilson Gomez. നാട്ടിലും വിദേശത്തുമായി എന്റെ ഡ്രഗ് ഡീൽസ് ഓരോന്നായി നീ പൊളിച്ചു. എന്നെ നീ തകർച്ചയുടെ വക്കിലെത്തിച്ചു. ഒരാൾക്കും എനിക്കെതിരെ ഇത്രയും ചെയ്യാൻ പറ്റിയിട്ടില്ല. ബ്രില്യന്റ്. പക്ഷേ പോലീസ് പിടിച്ച മയക്കുമരുന്നിന്റെ ഉത്തരവാദിത്വം നിന്റെയും ഇവരുടെയും തലയിൽ വരും. അതിന്റെ പേരിൽ ജീവിതകാലം മുഴുവനും നിങ്ങൾ ജയിലിൽ കിടക്കും. ഇനി ഒരിക്കലും പുറത്തു പോകാൻ പറ്റില്ല. ഹോം മിനിസ്റ്ററല്ലേ ഇരിക്കുന്നത്, ചോദിച്ചു നോക്ക്. ലുക്ക് ജെന്റിൽമാൻ, നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അത് തീർക്കാനുള്ള സമയമല്ല ഇത്. എലക്ഷൻ ഇനിയും
3 ദിവസത്തെ സമയമേ ഉള്ളൂ. എനിക്ക് നഷ്ടമായത് 100 കോടിയോളം രൂപയാണ്. അതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. നിന്റെ കസിനോ, മറ്റു സ്വത്തുക്കൾ, ചൈന ടൗണിൽ നിനക്കും നിന്റെ ഫ്രണ്ട്സിനുമുള്ള ഉടമസ്ഥാവകാശം എല്ലാം എനിക്ക് വേണം. എല്ലാം. അതൊക്കെ മിസ്റ്റർ ഗൌഡക്ക് എഴുതി കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് പോവാം ഇന്ന് തന്നെ. ഒരു കേസും നിങ്ങളുടെ പേരിൽ ഉണ്ടാവില്ല. ഐ ഗിവ് യു മൈ വേർഡ്. ഇനി തന്തയുടെ സ്വത്തെന്നും പറഞ്ഞ് ഒരുത്തനും ഇങ്ങോട്ട് വരരുത്. ഒപ്പിട്. ഒപ്പിടാൻ. ആ ഹോം മിനിസ്റ്റർക്ക് പേടിയാ. അല്ലെങ്കിൽ നിന്റെയൊന്നും ശവം പോലും പുറത്തു വരില്ലായിരുന്നു. 3 ദിവസമേ ഉള്ളൂ ഇലക്ഷന്. അതുവരെ ഞാൻ ഒന്നും ചെയ്യില്ല. നല്ല കുട്ടിയാ. ഹോം മിനിസ്റ്റർ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കും. ഈ 3 ദിവസം കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ. ജാओ. എത്ര ദൂരത്ത് വേണമെങ്കിലും വിദേശത്തേക്ക് പൊയ്ക്കോ. തേടി പിടിച്ച് കൊന്നിരിക്കും എല്ലാത്തിനെയും. നമ്മൾ തമ്മിലുള്ള കണക്ക് നമ്മൾ തമ്മിൽ തീർത്താൽ മതി. അതില് ഇവരെ ഇടപെടുത്തണ്ട. നീ കാത്തിരുന്നില്ലടാ 25 വർഷം എന്നോട് പകരം ചോദിക്കാൻ. ഇനി ഇതുപോലെ ഒരുത്തനും വരാൻ പാടില്ല. ബാക്കിയുണ്ടാവാൻ പാടില്ല. 3 ദിവസം അത്രേ ഉള്ളൂ ഇനി ആയുസ്. നമുക്കെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ ആരും ഇവിടെ നിൽക്കരുത്. നിന്നാൽ പഴയതൊക്കെ വീണ്ടും ആവർത്തിക്കും. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, പിന്നെ എന്റെ സുഹൃത്തുക്കളുടെ ജീവന് പകരം ചോദിക്കുക. इस चाइना टाउन का एक ही राजा है, मैं गौड़ा। हमारा गौड़ा जी की, हमारा गौड़ा जी की, हमारा गौड़ा जी की, हमारा गौड़ा जी की। പേടിക്കണ്ട പടക്ക. हमारा गौड़ा जी की, हमारा गौड़ा जी की, हमारा गौड़ा जी की, हमारा गौड़ा जी की. നീ എനിക്ക് 3 ദിവസമല്ലേ തന്നത്? അതിനു മുമ്പ് നിന്റെ സാമ്രാജ്യം അവസാനിക്കും. അതെത്ര വലുതാണേലും. ഇത് മാലയല്ല, നിന്റെ നെഞ്ചത്ത് ഞാൻ വെക്കുന്ന റീത്താണെന്ന് കൂട്ടിക്കോ. എന്റെ അപ്പൻ മരിച്ചു വീണ മണ്ണായത്. ആഴത്തിലുള്ള 7 മുറിവുകളുണ്ടായിരുന്നു. വെട്ടും കുത്തുമേറ്റ് വേദനിച്ചു മരിച്ച ഒരാളായിട്ടല്ല, സ്വന്തം സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത ഒരാളായിട്ടാ ഞാൻ എന്റെ അപ്പനെ കാണുന്നത്. ആ അപ്പന്റെ ചോര വീണ മണ്ണിൽ എന്റെ ചോര വീഴുന്നെങ്കിൽ വീഴട്ടെ. മാത്തുക്കുട്ടി, നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ തന്നെ അയാൾ നമുക്ക് അനുവദിച്ച 3 ദിവസം 2 ദിവസമായിട്ട് കുറച്ചു കാണും. പോലീസും അധോലോകവും ഒക്കെ അയാളുടെ കയ്യിലല്ലേ? അതെ മാത്തുട്ടിച്ചായ,
ചുരുങ്ങിയ സമയം അവരൊരുപാട് ആളുകള് നമ്മൾ 3 പേരും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? അയാളോട് ചെന്ന് മാപ്പ് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ നമുക്കിവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം. എടാ, നമ്മുടെ അപ്പനെ അമ്മയെ കൊന്നവനാവൻ, അവനോട് പോയി മാപ്പ് പറയാനോ? മരണം ഒരിക്കലല്ലേ ഉള്ളൂ. ചങ്കൂറ്റത്തോടെ മരിച്ചൂടെ? അതും ജനിച്ചു വീണ ഈ മണ്ണില്. അതെ, അയാൾ ആരാ? ഇതേതാ സ്ഥലം? നമ്മളവിടെ ജപ്പാനിലോ? നീയല്ലേ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഞാനോ? ആ, ഈ ഞാനോ? ഞാൻ തന്നെ. ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥലം കാണുന്ന തന്നെ. എടാ, ഇന്നലെ രാത്രി നീയല്ലേ ഞങ്ങൾക്ക് ഇവിടെ റൂം ബുക്ക് ചെയ്തത്? എന്നിട്ട് എന്തോ ഒരു വലിയ പദ്ധതി ഒപ്പിക്കാനാണെന്ന് പറഞ്ഞ് പോയിട്ട് നീ എപ്പോഴാ മടങ്ങി വന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാനൊന്നും ഓർക്കുന്നില്ല. ദേ, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാതെ മാത്തുക്കുട്ടി. നീ പറഞ്ഞ പദ്ധതിയൊക്കെ നടപ്പാക്കിയത് നിന്നൊരാളെ വിശ്വസിച്ച് നിന്റെ ഒരൊറ്റ ധൈര്യത്തിലാ. അയ്യോ അയ്യോ, ബിനോയ്, 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 അയ്യോ, അയ്യോ, ബിനോയ്. ചന്തയിൽ എനിക്ക് ഇനിയും വേണം. സത്യത്തിൽ എന്താ സംഭവിച്ചത്? അമ്മായി പെറ്റു. ഇന്നലെ ഒന്നും ഓർമ്മയില്ല. ഡോക്ടർക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്നലെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കൂടിയായിരുന്നു. മദ്യം ലേശം. എന്താ കഴിച്ചത്? ബ്രാൻഡി, വിസ്കി, വോഡ്ക, ജിന്ന്, റമ്മ്, ബിയറും, കുറച്ച് വൈന്, പിന്നെ ലേശ ഫെനി, പിന്നെ കുറച്ച് ചാരായം. ഇത് കഴിച്ചപ്പോ എന്തെങ്കിലും വിഷമം തോന്നിയായിരുന്നു? പിന്നെ ഫെനി തീർന്നപ്പോ നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ ചാരായം കിട്ടിയപ്പോ ആ വിഷം അങ്ങ് മാറി. അമ്മൂമ്മനെ കെട്ടിക്കട. ഇയാള് വേറെന്തെങ്കിലും കഴിച്ചോ? വേറെ പിന്നെ ഈ ചൈന ടൗണിൽ ഒരു പൊടി കിട്ടില്ലേ ഡോക്ടർ? എന്തായാലും പറയോ? ഓ മൈ ഗോഡ്, അതൊന്നും കഴിക്കാൻ പാടില്ല. അത് ഞങ്ങൾ കഴിച്ചില്ല, അത് കലക്കി കുടിച്ചേ ഉള്ളൂ. നിങ്ങൾക്കറിയോ അത് എന്തുമാത്രം അപകടം പിടിച്ചതാണെന്ന്? അത് ചിലർക്ക് കഴിച്ചാൽ 2-3 ദിവസത്തേക്ക് ഓർമ്മയുണ്ടാവില്ല. ചിലർക്ക് ഭ്രാന്ത് വരെ വരാം. ഇപ്പൊ ഇയാളില്ലേ, ഇയാൾ എങ്ങനെ പ്രതികരിക്കുന്ന പോലും പറയാൻ പറ്റില്ല. ഇല്ലല്ലേ? ഓ, ഇവന് ഡോക്ടറോട് എന്തോ പറയാനുണ്ടെന്ന്. പറഞ്ഞോളൂ. ഇത് തന്നെ ആശുപത്രിയില്ലേ, പിന്നെ എന്തിനാ ആംബുലൻസ് വിളിക്കുന്നത്? അതെ, ഈ സാധനത്തിന് എന്താ ചെയ്യുന്നത്? അറിഞ്ഞൂടാന്ന് ഒരു കാര്യം ഞാൻ പറയും. നീ വന്നേ. ഡോക്ടർ ഓടിക്കോ, ഉമ്മ വെച്ച് ഭ്രാന്തായതാ. എന്താ ഇയാള് പറയുന്നത്? കത്തി വെച്ച് കുത്തി കടലി വലിച്ചെടുത്ത്. അയ്യോ, നമ്മൾ എന്തിനാ ഓടുന്നത്? നീ ആ സാധനത്തിനെ കണ്ടില്ലേ? അതിന് ഞാൻ എന്തിനാ ഓടുന്നത്? എന്നാ നീ ഇവിടെ നിൽക്ക്, ഞങ്ങളോടാ. അല്ല, എന്തൊക്കെ ഞാനും വരാം. നോക്കി ഇവനെങ്ങനായാ? ബിനോയ്, മാത്തുക്കുട്ടി, तुम्हारे हाथ में उधर 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 वയ്ക്കോ. ഇങ്ങനെ വാടാ പാമ്പേ. ഒരു സഹായം ചെയ്യാന്ന് വിചാരിച്ച യുവമാരെ കാണേയില്ല. ആ സുനാമി എന്തിനാ നമ്മുടെ പുറകെ ഓടി വരുന്നേ? നിങ്ങൾ ഇതെന്ത് പണിയാ കാണിച്ച? നിങ്ങളെ തപ്പി ഞാൻ ഇവിടെയൊക്കെ നടന്നെന്നറിയാം. എന്തിന് വന്നേ, നന്ദി പറയണ എന്നോട്. ഇത് കണ്ട ഇവനെ അന്വേഷിച്ചല്ലേ നിങ്ങൾ നടക്കുന്നത്? പിന്നെ എന്തിനാ കിടന്ന് കാണുന്നത്? സത്യം പറയടാ, നീ ഇതിനെ എവിടുന്ന് ഇറച്ചി വിലക്ക് വാങ്ങിച്ചോണ്ട് വന്നതല്ലേ? അപ്പൊ ഒന്നും ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലെന്ന് കസിനോ ഇയാൾക്ക് വിറ്റതും 5 കോടി രൂപ അഡ്വാൻസ് വാങ്ങിച്ചതും ഇനി ഓർമ്മയില്ല എന്ന് പറയും. ഇല്ല, എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല. എടാ, നീ കാസിനോ വിറ്റോ? എനിക്ക് ഓർമ്മയില്ല. ഞാനൊന്ന് പറയട്ടെ. അതാണ്, നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഒന്ന് പറഞ്ഞേ. എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. എന്റെ മുതുകത്താ. നിന്റെ ടാങ്ക് ഞാൻ കുത്തിപ്പിടിക്കും. മാത്തുക്കുട്ടി, ആ കാസിനോ വിറ്റ കാശ് നീ എന്ത് ചെയ്തു? സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എടാ, ഇവനൊന്നും ഓർമ്മയില്ലെന്ന്. എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലെന്ന് പറഞ്ഞോളൂ. ഒച്ച വയ്ക്കല്ലേ, അയാളൊന്ന് റിലാക്സ് ചെയ്യട്ടെ. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. 5 കോടി രൂപ ഓർമ്മയില്ല.
ഈശ്വര, ഇനി ആ ഇറച്ചിയോട് ഞാൻ എന്ത് പറയും? ചുമരുമൊരു ഹോള്. സോറി, മൂത്രം കുടിച്ചു വരുന്ന വഴി ഇത്തിരി ചായ ഒഴിക്കാൻ നിരിച്ചു. നൈസ് ടു മീറ്റ് യു. ഹലോ സ്റ്റാച്ചു. മനുഷ്യനാണോ? ഇതെന്ത് ജെറ്റിയൊക്കെ ഇട്ടിട്ട്? ഇയാളാണോ ജെറ്റിലി? ജനിച്ചപ്പോ തന്നെ തൊട്ടിലിന്ന് ഇറങ്ങി വന്നോ? നിന്നോടാടാ മീസില്ലാത്ത കൊച്ചർക്ക, നിന്നോടാരെ സംസാരിക്കണമെന്ന് മനസ്സിലായോ? പന്നി, ഞാൻ പറഞ്ഞ കേക്കണ്ടേ നീ? വാടാ, ഒറ്റക്കൊറ്റക്ക് മുട്ടാ വാടാ. നീ ഒന്നും സംസാരിക്കില്ലേ? എന്നെ സംസാരിപ്പിച്ചിട്ട് ഇറങ്ങുള്ളൂ. അല്ല, ഇയാൾ ഇപ്പൊ എന്തിനാ നമ്മളെ ഇട്ട് ഓടിക്കുന്നത്? ഇയാള് നമ്മളെയല്ല, നമ്മൾ ഇയാളായിട്ട് ഓടിക്കുന്നത്. അതെന്തിന്? അയാളെ താക്കോലെങ്കിലും കൊടുക്കുക. അയാളുടെ താക്കോല? ഇന്നലെ രാത്രി അയാൾ റൂമിൽ ഉറങ്ങാനായിട്ട് പോയപ്പോ അണ്ണാ നമ്മളല്ല ഒന്നല്ലേ അണ്ണാന്ന് പറഞ്ഞ് ബലമായിട്ട് ആ പാവപ്പെട്ടവനെ പിടിച്ചു വലിച്ച് സക്കറിയയുടെ റൂമിൽ കടത്തിയിട്ട് ബലമായിട്ട് അയാളുടെ റൂമിന്റെ താക്കോല് പിടിച്ചു വാങ്ങിച്ചൊന്നും ഓർമ്മയില്ല. അയാളുടെ ഉടുതുണി എത്ര അയാളുടെ റൂമിലിരിക്കുക. ഇപ്പത്തെ കൈ കിട്ടി ഒരു ടയറും ചുറ്റിക്കൊണ്ടാ നടക്കുന്നത്. താക്കോല് ചോദിച്ചോണ്ട് അയാൾ പുറകെ നടക്കുക. താക്കോല് എടുത്തു കൊടുത്തേ, താക്കോല് കൊടുക്കാൻ. ബിനോയ് എന്തേ? എന്റെ ഒറ്റയിടിക്ക് നീ അവിടെ എത്തിയോടാ? നീ താക്കോല് കയ്യിലുണ്ടോ നോക്കി? വേണ്ട, നീ താക്കോല് നോക്കും മാത്തുക്കുട്ടി. താക്കോല് വേണ്ട, വേണ്ട, പോയിട്ട് വാ. നീ ഇത് കൊടുത്തേ. ഡോക്യുമെന്റ്സ്. ഏതോ ഡോക്യുമെന്റ്സ് ചോദിക്കുന്നു. എന്ത് ഡോക്യുമെന്റ്സ്? ഈശ്വര, ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ തരാം. ഓക്കെ? എന്നെ കൊണ്ടുപോകണം. എന്തിന്? അവന്മാരല്ലേ ഡോക്യുമെന്റ്സ് വാങ്ങിച്ചത്? ഞാൻ പറയൂ, നിന്റെയൊക്കെ ഡോക്യുമെന്റ്സിലാണ്. ബിനോയ്, എന്നെ രാത്രി വിളിച്ചിരുന്നു. പ്രശ്നങ്ങളൊക്കെ തീരുകയാണ്. രാവിലെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞു. രാത്രി എന്തൊക്കെയോ ഗുലുമാൻ ഉണ്ടായിട്ടുണ്ട്. റോസം എവിടെ? നിന്റെ കല്യാണം കഴിഞ്ഞോ? എൻഗേജ്മെന്റ്. ആരാ ആള്? അതൊക്കെയുണ്ട്. ആള് തന്നെ നേരിട്ട് വന്ന് പറയും. നല്ല വിശപ്പ്. വേണ്ട, ചിലപ്പോ അവ എന്നെ വിഴുങ്ങും. ഹലോ. അയ്യോ, സോറി. ഹലോ, ഞാനടാ സക്കറിയ. കിട്ടിയില്ലേ? ഇല്ലടാ, മിസ്സിംഗാ. മിസ്സിംഗാ? ആ പണവും ഡോക്യുമെന്റ്സ് ഒക്കെ എവിടെയാന്ന് ഒരു പിടിയില്ല. മാത്തുക്കുട്ടിയോട് എന്ത് ചോദിച്ചാലും എനിക്കൊന്നും ഓർമ്മയില്ല. അയ്യോ, തലവേദനയാ. കേട്ടില്ലേ? അപ്പൊ ഇവിടെ തീരുമാനമായി. നീ ആ സുമോൻ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യേ. മാനേജ് അഡ്ജസ്റ്റാ ഇവനോടാ? മാരേജ് ചെയ്യാൻ പറ്റില്ല. പട്ടി തെണ്ടി വടുതല ഗേറ്റ് എനിക്ക് ഛർദ്ദിക്കണം. ഈ ജീവിയോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ? അതെ, ഞാൻ ഒന്ന് പോയിട്ട് ഡോക്യുമെന്റ്സ് ആയിട്ട് വരാം അല്ലേ? ഡോക്യുമെന്റ്സ് മിസ്സിംഗ്. ഐ ഗോ ആൻഡ് കം വിത്ത് ഡോക്യുമെന്റ്സ്. ഓക്കെ? നോ ഡോക്യുമെന്റ്സ് കം യു ഗോ. വെറുതെ ചോദിക്കുകയാണ്. ഒരു പക്ഷേ ഡോക്യുമെന്റ്സ് നോ കം ആണെങ്കിൽ ഇനി അവന്മാരെ വിളിച്ചു പറയാം എനിക്കുള്ള കുഴി തോണ്ടാൻ. കള്ള നോക്കുന്ന കണ്ടില്ലേ? അമ്മേ, രക്ഷപ്പെട്ട്. പെട്ടില്ല. ഇനി വാടാ പിടിക്കാൻ. പിടിച്ചില്ല. നീ എവിടെയാടാ? അത് ശരി, വാരിക്കുഴിയിൽ വീണ. നോ ഡോക്യുമെന്റ്സ്, നോ മണി. ഇനി നീ എന്ത് ചെയ്യുമ്പോഴാ തവളയ്ക്ക് പരിണാമം സംഭവിച്ചവനെ? ഐ ഗോ, യു ഡൈ. ഓക്കെ? 1 സെക്കൻഡ്. കഴിഞ്ഞാർന്നോ? ഓ, വേണ്ട, നിലത്ത് ഛർദ്ദിച്ച കൊല്ലുന്നില്ല. അങ്ങനെ
ഞാനല്ലേ. ഇത് കഴിഞ്ഞ ഹോം നഴ്സിംഗിന് ചേരാം. മാത്തുക്കുട്ടി, ഇതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇത് നമ്മളെ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുക. ഇനി ഛർദിച്ച നിന്റെ കൊറോണവള്ളി കുത്തിപ്പൊട്ടിക്കും ഞാൻ. എന്നോട് എന്താ ഫോണിൽ വിളിച്ചു പറഞ്ഞത്? സുമോയെ മാനേജ് ചെയ്യാനോ? എന്തേ ചെയ്തില്ലേ? അതിലും ഭേദം എന്നോട് അറബിക്കടലിലെ വെള്ളം കുടിച്ചു പറ്റിക്കാൻ പറ. ഞാനത് ചെയ്യുമായിരുന്നല്ലോ. സുമോ ഷർട്ടും പാന്റ് ഇടുമ്പോ മാത്രമേ ഉള്ളൂ മാന്യത. അതൊക്കെ ഊരി മാറ്റി മറ്റേ ടയറൊക്കെ വലിച്ചു കെട്ടിക്കഴിഞ്ഞാലേ പഞ്ചാബികള് കൃപാണ് ഊരും പോലെയാ. പിന്നെ ചോര കണ്ടേ അടങ്ങൂ. അവിടെ എന്നെ കൊണ്ടിട്ടത്. ആരെങ്കിലും ഒരിക്കൽ കൂടെ പോയേ പറ്റൂ. തീർച്ചയായിട്ടും അത് വളരെ നല്ല കാര്യ. ആരാ പോന്നേ? നീ. ഞാനാ? അപ്പൊ എന്റെ സഞ്ജയനും പൊലകുളി അടിയത്തിനും നിങ്ങൾ ഫിക്സ് ചെയ്ത് വച്ചേക്കാണല്ലേ? ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. ആര് പോകും? ഞാൻ പോവാം. എവിടേക്ക്? ഗുഡ് നൈറ്റ്. ശരി, ഓക്കെ ഓക്കെ. ഇനി തർക്കിക്കൊന്നും വേണ്ട. അതെ, നീ തന്നെ പോയാ മതി. ഇനി ഞാനൊരു സത്യം പറയട്ടെ? വേണ്ട. പറയും. എന്നാ പറ. എനിക്ക് പ്രാന്ത, ഒന്നും ഓർമ്മയില്ല. എങ്കിലാ പക്ഷെ ഇയാൾക്ക് നിന്നെ നല്ല ഓർമ്മയുണ്ട്. എങ്കിലോ ഒരു ചെറിയ പാർട്ടി നടത്തേണ്ടി വരും. നമ്മൾ ആരും അറിയാതെ രഹസ്യമായി ഒരു എൻഗേജ്മെന്റ് നടന്നു. ഇതാണ് വധു. വരൻ സസ്പെൻസ്. അത്രയ്ക്ക് സസ്പെൻസ് ഒന്നുമില്ല. അങ്കിളിന്റെ ഫ്രണ്ടിന്റെ മോന. ഓ, അത് ശരി. അപ്പൊ ഞാൻ അറിയാതെ ഇങ്ങനെയും ചിലതൊക്കെ നടന്നോ? ശരി, നീ പറയുന്നില്ലെങ്കിൽ വേണ്ട. ആ കള്ളത്തിരുമാലി ആരായിരുന്നാലും അവനെ കൊണ്ട് തന്നെ ഞാൻ അത് പറയിപ്പിക്കും. You are in queue. All lines in this route are busy. കേട്ടോടാ. ഹലോ. എന്താ? ഞങ്ങൾ 3 പേരോ? എന്താ? ശരി അങ്കിൾ. എന്താ? ഒന്നുമില്ല. എന്താ? ഒന്നുമില്ല. എന്തുണ്ട്? നമ്മൾ 3 പേരും കൂടെ വീട്ടിലോട്ട് ചെല്ലണമെന്ന്. എന്തിന്? നമ്മളിൽ ആരോ ഒരാൾ കല്യാണം കഴിച്ചു എന്ന് അങ്കിള് പറയുന്നു. എപ്പോ? ഇന്നലെ രാത്രി. എന്തിന്? എനിക്ക് അറിഞ്ഞൂടാ. സത്യമായിട്ട് ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് കല്യാണം കഴിക്കാൻ നീ അറിഞ്ഞൂടാ. ഇതിനെ നോക്കിക്കോണം. ഇതിന് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോവാണ്ട്. ഞങ്ങൾ പോയിട്ട് വരാം. എനിക്ക് 2 സ്ഥലം വരെ പോകാനുണ്ട്. ഇയാൾക്ക് നിന്നെ ഓർമ്മയുണ്ട്. ഇയാൾക്ക് നിന്നെ ഓർമ്മയുണ്ട്. ഇയാൾക്ക് നിന്നെ ഓർമ്മയുണ്ട്. അത്ര തന്നെ. ഇയാളുടെ എല്ലാ കാര്യങ്ങളും നീ നോയിക്കൊള്ളാം. ഇയാൾക്ക് നിന്നെ ഓർമ്മയുണ്ട്. എനിക്ക് വയ്യ. അതെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എനിക്കൊന്നും ഓർമ്മയില്ല. അയ്യോ ഭാഗ്യം. എന്നെ മുത്തവിടെ നിൽക്ക്. ഇവരെ കൊണ്ടുപോകുന്നില്ല. അയാൾ ഒച്ച വയ്ക്കുന്ന കേട്ടില്ലേ? ടോയ്ലറ്റിൽ കൊണ്ടുപോടാ. എല്ലാത്തിനും തീരുമാനമായി. ദൈവമേ, എനിക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം ഒരുക്കി തരണമേ. സമ്മതിക്കില്ല. എങ്ങോട്ടാണ് ഇത്ര ധൃതിയില്? കല്യാണത്തിന്. എന്ത്? കല്യാണ വീട്ടിലേക്ക് മരിച്ചു പോവായിരുന്നു. മുഹൂർത്തം താമസിച്ചു പോയി. എന്താണ് ചാക്കില്? കൊല എല്ലാം ഉണ്ട്. സത്യം പറയണം. എന്താണ് ചാക്കില്? ഹോമിയോ മരുന്ന്. ഹോമിയോ മരുന്ന്. ഒരു ചാക്കോ? 2 ചാക്കിനുള്ളതുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാരും കൂടെ ഒരു ചാക്കിലാക്കിയതാ. അഴിക്കടാ. എന്നെ അറസ്റ്റ് ചെയ്തേ. ചാക്കഴിക്കടാ. അതായിരുന്നു. ഒന്ന് വേഗം അഴിക്കുന്നേ. ഒക്കെ നിന്റെ അല്ലേ? ഞങ്ങള് 3 പേരും വഴിയുന്നേരിതാ സാറേ. വഴിയെന്ന് കയറിയതാ. വഴിയെന്ന് കയറിയാലും നമ്മളെ ഒരുമിച്ചല്ലേ കൊണ്ട്. അത് ഞാൻ നോക്കിക്കോളാം. നീ തുറക്ക്. തുറക്കാൻ പോവാണ്. ഈ കെട്ടഴിയല്ലേ എന്ന് പ്രാർത്ഥിച്ചു. ഹലോ. വാട്ട്? ഹോം മിനിസ്റ്റർ മിസ്സിംഗ്? വേണ്ട. കമോൺ, ഗാഡി നിക്കാലോ. ജൽദി. രക്ഷപ്പെട്ടു. ഇനി വളരെ കെയർഫുൾ ആയിരിക്കണം. പോലീസ് നാട് മുഴുവൻ വലവിരിച്ചിരിക്കുക. അറിയാലോ, മിനിസ്റ്റർ മിസ്സിംഗ്. ഹോം മിനിസ്റ്റർ പിന്നെ മിസ്സിംഗ്. എന്തിനാടാ പാവത്തിന്? നീ എന്തിനാടാ അടിച്ചത്? എനിക്കടിക്കാം. എന്റെ അമ്മായിപ്പനാ. എങ്കിൽ എന്റെ അമ്മായിയപ്പനെ ഞാനും അടിക്കും. ആരും ചോദിക്കാൻ പറയരുത്. എന്തായി? എന്താവാൻ?
ഒരുപാട് സ്ഥലത്ത് പോയി നോക്കി, പൈസയില്ല, ഡോക്യുമെന്റ്സും ഇല്ല. ചന്ദ്രന് മാത്തുക്കുട്ടിയും 2 സ്ഥലത്ത് തിരയുന്നുണ്ട്. പിന്നെ മാത്തുക്കുട്ടി മനഃപൂർവ്വം എങ്ങാനും അങ്ങനൊന്നും ചെയ്യില്ല. ഈ പൈസയുടെ കാര്യം വരുമ്പോ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ബിനോയ്. നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതൊക്കെ പോട്ടെ, ഇവിടെ എന്തായി? ഇവിടെ എന്താവാൻ, അദ്ദേഹത്തെ 4 തവണ ടോയ്ലറ്റ് കൊണ്ടുപോയി കഴുകിച്ചു. ഭാവി അമ്മായപ്പനല്ലേ, ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഭാവി മരണം നമ്മുടെ തൊട്ടു പുറകെയുണ്ട്. ഏത് നിമിഷവും എല്ലാം തീരും. അതെ, ഞാനൊരു കാര്യം പറഞ്ഞ സക്കരെ വഴക്ക് പറയരുത്. അദ്ദേഹത്തോട് ഒരു അബദ്ധം പറ്റിയതാന്ന് സത്യം പറഞ്ഞ് മാപ്പും പറഞ്ഞ് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചാലോ? ബിനോയ് വേണ്ട. വേണ്ടെന്ന് പറയരുത്. അയാള് വഴങ്ങിയില്ലെങ്കിലോ? അയാള് വഴങ്ങിയില്ലെങ്കിൽ പിന്നെയും തലക്കടിച്ച് പഴയ പോലെ ബോധം കെടുത്തിട്ടാ പോരെ? അങ്കിൾ, സാർ, എനിക്ക് ചിലത് പറയാനുണ്ട്. കണ്ട വല്ല കാര്യണ്ട. എന്നെ എത്ര നാളിങ്ങനെ ഇടും? നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ നിങ്ങളിൽ ഒരാൾ മാത്രം രക്ഷപ്പെടും. കുറ്റം മുഴുവൻ അവസാനം നിങ്ങളുടെ തലയിൽ വരും. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ചതിയനാണ്. കാരണം അവനൊന്നും ഓർമ്മയില്ലെന്ന് അഭിനയിക്കുകയാണ്. അവന്റെ കയ്യിലാണ് മുഴുവൻ ഡോക്യുമെന്റ്സും പണവും. ബിനോയ്, ചാന്ദിനി എവിടെ? ചാന്ദിനെ ഞാൻ റെസ്റ്റോറന്റിൽ ഇരുത്തിയിരിക്കുക. നീ ഇവിടെ നടന്ന കാര്യമൊന്നും പറയണ്ട. എത്രയും പെട്ടെന്ന് അവളെ സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി സുരക്ഷിതമായിട്ട് വിട്. അങ്ങനെയാണെങ്കിൽ ചാന്ദിനി സാറോട് സുരക്ഷിതമായിട്ട് ഇയാളെ കിഡ്നാപ്പ് ചെയ്തോണ്ടോന്നിരിക്കല്ലേ? സാറേ, ഇത് ആരാന്നറിയാമോ? ഭാവി മരുമോനാ. ഐ ലവ് യു പപ്പ. സാറിനെ സുരക്ഷിതമായിട്ട് കൊണ്ടു നടക്കാൻ ഒരു ബാഗ് വേണം. സാറിന് എല്ലായിടത്തും കൊണ്ടു നടക്കാൻ ഒരു ബാഗ് എടുത്തുണ്ടോ? എത്ര അടി ഉണ്ടെന്ന് അളന്നു നോക്കട്ടെ. അടി 1 2 3 3 അടി. അല്ല 3 ഇഞ്ച് 3 6 അടി. ഇപ്പൊ സാറിന്റെ ഫോൺ എടുക്കേ. സാറെ ഫോൺ എവിടെയാ? സാറിന്റെ ഫോൺ എടുത്ത് സാറിന്റെ ശബ്ദത്തില് IG, KG, DIG, പോലീസ്, ഫയർഫോഴ്സ് എല്ലാരും വിളിച്ച് ഗൗഡയുടെ എല്ലാ സ്ഥലവും റെയ്ഡ് ചെയ്യാൻ പറ. പക്ഷെ റേഞ്ച് ഉള്ളിടത്ത് പോടാ. ഹലോ, ഇനി ഞാൻ എന്ത് ചെയ്യണം പറ? അത് ശരി, പക്ഷെ കുറച്ച് കഴിഞ്ഞേ പറ്റൂ കേട്ടാ. റോസമ്മ, എല്ലാം ഓക്കെ. നമ്മൾ ക്യാഷിനെ വിട്ടു. നമ്മുടെ പൈസ നീ ആഗ്രഹിച്ച പെണ്ണ് ഇപ്പൊ അവന്റെ ഭാര്യയാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? പോയി ചെന്ന് അന്വേഷിക്ക്. ആത്മാർത്ഥ സുഹൃത്ത് ചതിക്കുഴിയിൽ ഇറക്കും മുമ്പ് രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരമാണിത്. സത്യം പറ, നിന്റെ കയ്യിൽ ഈ മോതിരം അണിയിച്ചത് മാത്തുക്കുട്ടി ചായനല്ലേ? അതെ. മാത്തുട്ടി ചായ നമ്മളോട് ഇങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. വിശ്വസിക്കരുതടാ, ആരെ ഒന്നിനെയും വിശ്വസിക്കരുത്. ഞാൻ വിചാരിച്ചിരുന്നത് കൂട്ടത്തിലെ ഏറ്റവും വലിയ ഫ്രോഡ് ഞാനെന്ന. ഒന്നും അല്ലടാ ബിനോയ്. ഇവളുടെ ഇച്ഛായനും അവരൊക്കെ വലിയ ആളുകള്. എന്നിട്ടിപ്പോ എന്താ? ചീത്തപ്പേര് മുഴുവൻ നമുക്കും, പണവും സൗഭാഗ്യം മുഴുവൻ അവർക്കും. ഇച്ഛായൻ അങ്ങനൊന്നും ചെയ്യില്ല. ഓർമ്മയില്ലാണ്ട് ചെയ്തത് അതൊക്കെ. മിണ്ടിപ്പോരുത്.
ഇവന് മാത്രം ഒന്നും ഓർമ്മയില്ല. പണം ഒളിപ്പിച്ചു വെച്ചതും ഡോക്യുമെന്റ്സ് കൈക്കലാക്കിയതും ഒന്നും അവന് ഓർമ്മയില്ല. എന്തിന് നിന്നെ കല്യാണം കഴിച്ചത് പോലും അവന് ഓർമ്മയില്ല. ഇനി അവനോ നീയോ ഒന്നും മറക്കാൻ പാടില്ല. അങ്ങനെ മറക്കാതിരിക്കാനാണ് വേണ്ട. എല്ലാവരും വീട്ടുകളാക്കിയിട്ട് താനങ്ങനെ എല്ലാം തട്ടിക്കൊണ്ടോന്ന് വിചാരിക്കണ്ട. ഇന്നത്തോടെ സകല കളിയും തീരും. ഞാൻ തീർക്കും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം. ഞാൻ ശാന്തിനെ വിളിക്കും. എന്നിട്ട് അവളുടെ ഡാഡി ഇവിടെ ഉണ്ടെന്ന് പറയും. അങ്കിൾ ആഗ്രഹിച്ച പോലെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരുമിച്ചല്ല ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയും. ഭ്രാന്ത് കാണിക്കരുത്. ഞാൻ പറയുന്നത് ഒരിക്കൽ നീ പറഞ്ഞതൊക്കെ കേട്ടില്ലേ ഞങ്ങള്? അത് മതി. ഇനി ഞങ്ങള് ചെയ്യും. കണ്ടു നിന്നാ മതി. നീ വിളിക്കടാ. വിളിക്കടാ. വിളിക്കരുത്. വിളിക്കരുത്. ഞാൻ പറയുന്നത് എല്ലാരും കൊലച്ചു കൊടുക്കണോളാ. വേണ്ട. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ല. ഞങ്ങളെയൊക്കെ പെരുവഴിയിലാക്കിയിട്ട് നിനക്കിപ്പ നിന്റെ വഴിയിലടാ. വേണ്ട. നിർത്ത്. അങ്കിൾ, ഇവർക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചേ. എന്റെ സേവിയറിന്റെ മകനായി പോയി നീ. അല്ലെങ്കിൽ കൊന്നുകളഞ്ഞേനെ. നിനക്കെല്ലാം ഒറ്റയ്ക്ക് വേണം അല്ലേ? എടുത്തോ, എല്ലാം എടുത്തോ. ആരും തടയില്ല നിന്നെ. കാര്യം അറിയാതെ അങ്കിൾ സംസാരിക്കും. വിളിയിൽ ഓടാ. നീയും. Come on, out. Get out. എന്താ? വിനോയ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ എല്ലാരോടും കൂടി വരാൻ പറഞ്ഞത്. നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചാന്ദിനി അദ്ദേഹത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ രക്ഷിക്കാന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഗൗഡയുടെ കയ്യിൽ നിന്ന് നമ്മളെപ്പോലെ തന്നെ രക്ഷപ്പെടേണ്ടത് ഇവിടെ ഡാഡിയുടെ ആവശ്യമാണ്. ഹോം മിനിസ്റ്ററെ കിഡ്നാപ്പ് ചെയ്തത് ഗൗഡയും അയാളുടെ ആളുകളുമാണെന്ന് വരുത്തി തീർക്കാനാ അദ്ദേഹത്തിന്റെ തീരുമാനം. അതിന് അദ്ദേഹത്തിന് നമ്മുടെ സഹായമൊക്കെ ആവശ്യമാണ്. നിങ്ങളോട് 3 പേരോടും ഡാഡി ചെല്ലാൻ പറഞ്ഞു. ഞാനില്ല. ഇനി ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഞാനില്ല. പ്രത്യേകിച്ചതാ ഇവന്റെ കൂടെ. വേണ്ട, എന്റെ കൂടെ ആരും വരണ്ട. നിന്റെ ഡാഡിയുടെ അടുത്ത് ഞാൻ പൊക്കോളാം. വാ.
റോസമ്മ എവിടെ നിൽക്കട്ടെ പ്ലീസ്. സക്കറിയ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവള് മാത്തുക്കുട്ടി നിങ്ങളെ ചതിച്ചിട്ടില്ല. റോസമ്മേ, ഹോം മിനിസ്റ്റർ. എല്ലാം ഓക്കെ, എല്ലാം ഓക്കെ. നമ്മൾ ക്യാഷിനെ വിറ്റു, നമ്മുടെ പൈസ ഉണ്ട്. ഇന്ന് രാത്രി നീ സക്കരയും തമ്മിലുള്ള കല്യാണം മോതിരം വരെ വാങ്ങിച്ചിട്ടുണ്ട്. നീ വീട്ടിൽ പോയി റെഡി ആയിരുന്നോ? ഞങ്ങൾ കല്യാണം കഴിക്കാൻ വീട്ടിൽ വരും. എല്ലാം ഓക്കെ. എന്താ? എനിക്ക് ഈ കല്യാണം വേണ്ട. അതെന്താ? എനിക്ക് കല്യാണമേ വേണ്ട. അതെന്താ? എന്റെ അനിയൻ നിന്നെ കല്യാണം കഴിക്കാത്തോണ്ടാ? എന്റെ അനിയൻ എന്നെ കല്യാണം കഴിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് തന്നെ. അതെന്തിനാ? എനിക്ക് ചേനെ പിരിഞ്ഞിരിക്കാൻ വയ്യ. എന്താ നീ പറഞ്ഞ? എനിക്ക് ചേനെ പിരിഞ്ഞിരിക്കാൻ വയ്യ. നീ എന്താ പറയാത്ത എന്നോട്? പേടിച്ചിട്ട. റോസമ്മേ, ഇങ്ങോട്ട് നോക്കണേ. ഇത്ര നാള് ഇത് മനസ്സിൽ വെച്ചോണ്ട് നീ വേലിച്ചെന്തിനാടി? നിന്റെ ഏത് ആഗ്രഹം ഇച്ഛ സാധിച്ചതിനകത്ത് നീട്ടാൻ വാ. അതെ, ഞങ്ങള് സാറിന് പുണ്യാളന്മാരെ ഉപയോഗിച്ച കല്യാണം കഴിക്കാറ്. ആദ്യമായിട്ട് ഒരു സാത്താന്റെ ഉപയോഗിച്ച് കല്യാണം കഴിച്ചത്. ഉയ്യോ, എന്റെ ഡോൺ കണ്ണാടി. ഉയ്യോ. അതെ, ഞങ്ങള് കല്യാണം കഴിച്ചു. ഞങ്ങള് ക്യാഷിനെ വിറ്റു, ഡോക്യുമെന്റ്സ് കിട്ടി, 5 കോടി രൂപയും കിട്ടി. ഞങ്ങൾ എല്ലാരും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോവാ. നീ പോയി ഗൗരവടുത്ത് പറഞ്ഞു കൊടുക്കടാ. പിറ്റേ ദിവസം ഇച്ചായനൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞപ്പോ ഒന്നും പറയാനുള്ള ധൈര്യം വന്നില്ല എനിക്ക്. അല്ലാതെ ഞങ്ങൾ ആരോടും ഒരു ചതിയും ചെയ്തിട്ടില്ല. ഹലോ, എങ്ങനെയാ? ഹോം മിനിസ്റ്ററെ കൊന്നിട്ട് നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടുമോ? എന്ത് ചെയ്യാം, ഹോം മിനിസ്റ്റർക്ക് എന്റെ കൈകൊണ്ട് ചാവാനായിരുന്നു വിധി. പക്ഷേ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നിങ്ങളുടെ തലയിൽ വരും. ഇനി നിന്നെയൊക്കെ നടുറോഡിലിട്ട് തെരുവ് നായ്ക്കളെ കൊല്ലുന്നത് പോലെ കൊല്ലാം. മന്ത്രിയായി സ്ഥാനമേൽക്കും മുമ്പ് ഒരൽപ്പം ഹീറോയിസം. 3 ദിവസം തീർന്നു നിന്റെയൊക്കെ ജീവിതവും. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ്. എന്താ ഇത്? ഗൗഡ, നിങ്ങളെന്താ ഈ വേഷത്തില്? ഈ ഒരു ദിവസം ഈ വേഷം ഇട്ടുകൊണ്ട് എവിടെ വേണമെങ്കിലും നടക്കാം. ഹലോവിൻ ഡേ, ഇവിടുത്തെ വലിയൊരു ആഘോഷം, ഈ മരിച്ചവരുടെ ദിവസം. Hi, this is Emily from BTV and the whole world is celebrating Halloween Day today. As usual, the biggest, the brightest and the best celebration of Halloween Day is happening right here at Chinatown. Halloween Day special live telecast starts now on your BTV. ബോലോ, എവിടാ? നീ ഞങ്ങളെ തേടി പിടിക്കേണ്ട കാര്യമില്ല. നീ പറയുന്നിടത്ത് വരും, ഞാൻ വരും, ഞങ്ങൾ വരും. അത് കൊള്ളാം. എനിക്ക് കുറച്ച് ജോലി കുറയും. താങ്ക്സ്. പറഞ്ഞോളൂ, എവിടെ, എപ്പോ?
അപ്പനെ പോലെ തന്നെ മരണത്തെ തേടി പിടിച്ചു ചെല്ലും. അത് നല്ല തന്തയ്ക്ക് ജനിക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒരു പ്രശ്നം നിനക്കുണ്ടാവില്ലല്ലോ. പിന്നെ മരണത്തെ തേടി ഞാൻ വന്നതല്ല, നിന്നെ തേടി മരണം വന്നിരിക്കുകയാണ്. ഗുഡ്, വെരി ഗുഡ്. ഒറ്റയടിക്ക് തീർക്കരുത്, അതിലെന്താ രസം? അവൻ കരയണം. ഉറക്കെയുള്ള അവന്റെ കരച്ചിൽ എനിക്ക് കേൾക്കണം. കമോൺ ബോയ്സ്, ചലോ കിൽ ഹിം.
No, 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 don't shoot. Hey, no. Hey. ഹോട്ടൽ ഇത് തന്നെയാ. ഇവിടത്തെ ചാവിയാ എനിക്ക് ജീപ്പിന്ന് കിട്ടിയതാ. ഇവിടെ ആ സുമോ താമസിച്ചിരുന്നത്. ആരാ? ഓടിക്കോ! ജഗ്ഗുഭായ്, അയ്യോ ആരാ ഇത് ചെയ്തത്? നീ ഇത്രേ പെട്ടെന്ന് ജഗ്ഗുഭായിയെ പരിചയപ്പെടാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചു 5 കോടി രൂപയുടെ ബിസിനസ് നടക്കുമെന്നറിഞ്ഞ് നല്ല പ്രതീക്ഷയല്ല ഞാൻ വന്നത്. ജഗ്ഗുഭായ്, ഈ പണം ഇവിടെ വെച്ചിട്ട് പോകും. ജഗ്ഗുഭായ്, മാത്തുക്കുട്ടി, നമ്മുടെ 5 കോടിയും ഡോക്യുമെന്റ്സ് എല്ലാം ഇതിനകത്തുണ്ട്. കിട്ടിയ സുമോടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. അതാ അല്ലെങ്കിൽ പോരുത്. സൂക്ഷിക്കണേ, ഗൗഡയേക്കാൾ കൂടിയ ഇനമാ. സൂക്ഷിക്കാം. ഞാൻ വരാം. ഇത് നമ്മ ജഗ്ഗുബായി. ഇവനെ പിടിച്ചാ എനക്ക് 10 ലക്ഷം കിടക്കുമേ. വരുമടാ, ഈ ജഗ്ഗുബായി തിരിച്ചു വരും നിന്നോടൊക്കെ പകരം വീട്ടാൻ. ഇൻസ്പെക്ടർ ഈശ്വര, നിങ്ങളെല്ലാം ഇവിടെ തന്നെ നിന്നോ. ഞാൻ കാഴ്ച ബംഗ്ലാവിലൊന്ന് വിളിക്കട്ടെ. ഒരു സുമോയെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. നല്ല വില കിട്ടുകയാണെങ്കിൽ എന്താ സുമംഗലിയ? എവിടെ? ഞാൻ പോവില്ല. സുമംഗലി എവിടെ? ബാക്കില്. എന്നെ കൊലിക്കൊടുക്കാനായിട്ട് നിന്നോട് ആരുടെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞത്? നീ പിന്നെ തലയിട്ടിങ്ങനായിട്ട് സുമംഗലി എന്ന് പറഞ്ഞത്? അയ്യോ, സുമംഗലി എന്നല്ല പറഞ്ഞത്. പിന്നെ സുമോക്ക് കലിയിളകി എന്നാ പറഞ്ഞത്. എടാ, മാത്തുക്കുട്ടി സുമോനെ കൊലിച്ചെടുത്ത് കൂമ്പിലിടിക്കുന്നു. പറ, നമുക്ക് 2 എണ്ണം കൊടുക്കാം. അയ്യോ, പ്ലീസ്, 2 days. ദൈവമേ, ഇത് കയ്യാണ്. അതേ Documents or money in 2 days. മണി ക്ലിയർ ആക്കി കൊടുക്കാം. മണീനിപ്പോ ആളെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം? കറക്റ്റായിട്ട് മനസ്സിലായി. 2 days, okay? Documents. 2 days. 2 days. 2 days. Hello.